പ്രാക്ടീസസ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇതൊരു പ്രാക്ടിക്കലായിട്ട് പ്യുവർ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സെബിയുടെ പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡ്ലൻഡ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് കോഡുണ്ട്, റെഗുലേഷനുണ്ട്, 2003 വന്നതാണ്. ഇത് അത്രമാത്രം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല ഈ സംഭവം. പക്ഷേ ഇതിലൊരു കേസ് ഉള്ളതുകൊണ്ട്, ധാരാളം കേസ് സ്റ്റഡീസ് ഉണ്ട് ഇതിൽ. ഈ കേസ് സ്റ്റഡീസ് ഉള്ളതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പുതിയൊരു ചാപ്റ്ററാണിത്. ലെസൺ 14 പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡ്ലൻഡ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, എന്തൊക്കെയാണ് ഫ്രോഡ്ലൻഡ് ട്രേഡ് പ്രാക്ടീസ്. ഇതൊക്കെ സാധാരണ ഇൻസൈഡറിലുള്ളതാണ്. പക്ഷേ അതിനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ള കാരണം അത് വളരെ സീരിയസ് ആണ്. ഇൻസൈഡർക്ക് മാത്രമല്ലാത്ത ആൾക്കാർക്കും എന്ത് ചെയ്യാം, ഫ്രോഡ്ലൻഡും അൺഫെയറുമായിട്ടുള്ള ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. SEBI prohibition of fraudulent and unfair trade practices relating to security market regulation 2003. ഇത് കൂടുതൽ വലിയ വായിക്കാൻ പറ്റില്ലെങ്കിൽ PFUTP എന്ന് വായിച്ചാൽ മതി. റെഗുലേഷൻ എംപവർ സെബിക്ക് എന്ത് അധികാരം കൊടുക്കുന്നു? മാർക്കറ്റ് മാനിപ്പുലേഷനുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ അധികാരം കൊടുക്കുന്നു. മാർക്കറ്റ് മാനിപ്പുലേഷൻ കണ്ടോ, നമ്മൾ ഹർഷത് മേത്ത, കേതൻ പരീഖ്, ലേഡി വോൾഫ് ഇവരൊക്കെ ചെയ്ത കേസുകളൊക്കെ അന്വേഷിക്കാൻ അധികാരം കൊടുക്കുന്ന റെഗുലേഷൻ ഏതാണ്? ഇൻസൈഡർ അല്ല, ഇതേതാണ്? PFUTP. ഇത് പ്രകാരമാണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ, അതായത് കമ്പനിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ കമ്പനിയുടെ ഷെയർ പ്രൈസസിനെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അധികാരം കൊടുക്കുന്ന റെഗുലേഷൻ ഏതാണ്? PFUTP 2003 ആണ്. ദെൻ കൺട്രോൾ ഫ്രോഡ്ലൻഡ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. മാർക്കറ്റിൽ ധാരാളം ഫ്രോഡ്ലൻഡ് ആയിട്ട് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസുകളുണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്നു. ഒരാൾ പറയുകയാണ് സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് ക്ലാസ് തരാമെന്ന് പറയുന്നു. ആ ക്ലാസ്സിൽ അയാൾ തുടർച്ചയായിട്ട് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ വേണ്ടി നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരെല്ലാം അവരെന്ത് കേൾക്കുന്നുണ്ട്? ഈ ഷെയറുകൾ വാങ്ങുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഇയാൾ ആ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് പിന്നീട് വിറ്റ് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റ് മാനിപ്പുലേഷൻ അല്ലേ? അവധൂത് സാഥേ, ഇതൊരു കേസാണ്. അവധൂത് സാഥയുടെ കേസ് ആ കേസാണ്. അയാൾ സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് ക്ലാസ് കൊടുക്കുന്നു. ഈ ക്ലാസ്സിലൊക്കെ ഇയാൾ ചില കമ്പനിയുടെ ഷെയറുകൾ എക്സാമ്പിളായിട്ട് പറഞ്ഞ് ഇത് വാങ്ങിക്കോളൂ എന്ന് പറയുന്നു. ഇത് വാങ്ങിക്കോളൂ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അയാളുടെ കുടുംബക്കാരോടും അയാൾക്ക് കാശ് കൊടുക്കുന്ന ആൾക്കാരോടും ഈ ഷെയർ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് കേൾക്കുന്ന മാറ്റങ്ങളൊക്കെ പോയിട്ട് ഷെയർ വാങ്ങുമ്പോൾ ഷെയറിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, പ്രൈസ് വർദ്ധിക്കുമ്പോൾ ആരാദ്യം വെക്കുന്നു? ഈ അവധൂത് സാഥയും അയാളുടെ കുടുംബക്കാരും വെക്കുന്നു. ഇത് മാർക്കറ്റ് മാനിപ്പുലേഷൻ അല്ലേ? ഈ മാർക്കറ്റ് മാനിപ്പുലേഷനെയും എവിടെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? PFUTPയിലാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ദെൻ എൻഷുർ ഫെയർനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ഫെയർനെസ്സും ഇൻറ്റഗ്രിറ്റിയും ഉറപ്പുവരുത്തുന്നതിനും സെബിയെ സഹായിക്കുന്നത് ഏതാണ്? PFUTP ആണ്. സ്കോപ്പ് ഓഫ് റെഗുലേഷൻ. ഈ റെഗുലേഷൻ ആർക്കാണ്? അപ്ലൈ ടു എനി പേഴ്സൺ ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അത് വെറും ഇൻസൈഡർക്ക് മാത്രമല്ല, ആരൊക്കെയാണോ സെക്യൂരിറ്റി ഡീൽ ചെയ്യുന്നത് അവർക്കെല്ലാം PFUTP അപ്ലിക്കബിൾ ആണ്. ലൈക്ക് ഇൻവെസ്റ്റേഴ്സ്, ഇഷ്യൂവേഴ്സ്, ഇൻ്റർമീഡിയറീസ്, ഇവർക്കെല്ലാം ഇത് അപ്ലിക്കബിൾ ആണ്. സോ ഇതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് മറ്റുള്ള റെഗുലേഷൻസ് ഒക്കെ ഒരു ലിസ്റ്റഡ് കമ്പനിക്കോ അതിൻ്റെ എംപ്ലോയീസിനോ മാത്രമാണ് അപ്ലിക്കബിൾ എങ്കിൽ PFUTP സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്ത എല്ലാവർക്കും PFUTP അപ്ലിക്കബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്രോഡ്? ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രോഡ് ഒരു പ്രവൃത്തിയാണ്. അതെങ്ങനെയാണ്? ദ പ്രവൃത്തി, ആക്ട്, എക്സ്പ്രഷൻ, ഒമിഷൻ, കൺസീൽമെന്റ് വിച്ച് ഈസ് കമ്മിറ്റഡ് വിത്ത് ഓർ വിത്തൗട്ട് ഡിസീറ്റ്ഫുൾ ഇൻറ്റൻഷൻ. അതായത് തെറ്റായ ഒരു ഉദ്ദേശത്തോടു കൂടിയോ അല്ലാതെയോ നിങ്ങൾ എന്ത് ചെയ്യുന്ന പ്രവൃത്തി, എക്സ്പ്രഷൻ, ഒമിഷൻ, കൺസീൽമെൻറ്റ്, അത് നേരിട്ടാകാം, ഇൻഡയറക്റ്റ് ആയിട്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം, അയാളുടെ ഏജൻ്റ് ആകാം. സെക്യൂരിറ്റി മാർക്കറ്റിൽ നടത്തുന്ന ഡീലിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തിയോ അയാളുടെ ഏജൻറ്റോ നേരിട്ടോ അല്ലാതെയോ ഡിസീറ്റ്ഫുൾ ഇൻറ്റൻഷനോട് കൂടിയോ അല്ലാതെയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണ്, എന്തെങ്കിലും എക്സ്പ്രഷൻ മേക്ക് ചെയ്യുകയാണ്, എന്തെങ്കിലും കാര്യം പറയാതിരിക്കുകയാണ്, എന്തെങ്കിലും കാര്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അതുവഴി അയാൾ വേറൊരാളെ ട്രേഡ് ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യുന്നു എങ്കിൽ അതെന്താണ്? ഫ്രോഡാണ്. അതുവഴി അയാൾക്ക് ലാഭമുണ്ടാകണം എന്നില്ല, അയാൾക്ക് നഷ്ടം അയാൾ അവോയ്ഡ് ചെയ്തിരിക്കണം എന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ ഫ്രോഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് രാജേഷ് പറയുന്നത്. ഫ്രോഡ് എന്ന് ഇത് മനസ്സിലായ ബാക്കിയൊക്കെ ക്ലിയർ ആണ്. ഫ്രോഡ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഡീല് ചെയ്യുന്ന ഒരു വ്യക്തിയോ
അയാളുടെ ഏജന്റോ നേരിട്ടോ അല്ലാതെയോ തെറ്റായ ഒരു ഉദ്ദേശം വെച്ചിട്ടോ വെക്കാതെയോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, ആക്ട്, എന്തെങ്കിലും എക്സ്പ്രഷൻ മേക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ മേക്ക് ചെയ്യുന്നു, എന്തെങ്കിലും ഒമിഷൻ, ഒരു ഇൻഫർമേഷൻ തരാതിരിക്കുന്നു, ഒരു ഇൻഫർമേഷൻ കൺസീൽ ചെയ്യുന്നു, അതുവഴി വേറൊരാളെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇൻഡ്യൂസ് ചെയ്യുന്നു, അതുവഴി ഇത് പറഞ്ഞ ആൾക്ക് റോങ്ഫുൾ ഗെയിനോ അല്ലെങ്കിൽ ലോസോ അവോയ്ഡ് ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അതിനെന്തായിട്ട് കണക്കാക്കും? ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് ചെയ്താൽ അയാൾക്ക് ലാഭം ഉണ്ടാകണമെന്നില്ല, അത് നേരിട്ട് ചെയ്യണമെന്നില്ല, അയാൾ തന്നെ ചെയ്യണമെന്നില്ല. അയാളുടെ ആ പ്രവൃത്തി വേറൊരാളെ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ പോലും അതെന്താണ്? ഫ്രോഡാണ്. ഈ റെഗുലേഷൻസിൽ എന്തൊക്കെ കീ പ്രൊഹിബിഷൻസ് ഇൻ ദിസ് റെഗുലേഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ കീ പ്രൊഹിബിഷൻസ് എന്നാണ് ഞാൻ പറയുന്നത്. കീ പ്രൊഹിബിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ദ റെഗുലേഷൻ സ്പെസിഫിക്കലി പ്രൊഹിബിറ്റ് ഫ്രോഡ്ലൻറ്റ് ഡീലിങ്സ് ഇൻ സെക്യൂരിറ്റീസിലെ ഫ്രോഡ്ലൻറ്റ് ഡീലിങ്സ് അവരെന്ത് ചെയ്യുന്നു? പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള ഡീലിങ്സ് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. ദെൻ മാർക്കറ്റ് മാനിപ്പുലേഷനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻഡ്യൂസ് ട്രേഡിംഗ്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ട് ട്രേഡിംഗ് ചെയ്യുന്നതിനെ ഇത് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. സെബിക്ക് എന്തെല്ലാം അധികാരമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സെബിക്ക് എന്തെല്ലാം അധികാരമാണ് ഉള്ളത് എന്ന് ഞാൻ പറയുന്നു. സെക്യൂരിറ്റിയുടെ ഫ്രോഡിനെ കുറിച്ച് ഞാൻ പിന്നെയും പറയാം കേട്ടോ. സെബിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സെബി ക്യാൻ കണ്ടക്ട് ഇൻവെസ്റ്റിഗേഷൻ സോമോട്ടോ ഓർ ബേസ്ഡ് ഓൺ കംപ്ലൈൻറ്റ്. സെബിക്ക് ആരുടെയും കംപ്ലൈൻറ്റിന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ സോമോട്ടോ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ സ്റ്റാർട്ട് ആക്ഷൻ എന്നാണ്. അതായത് അബ്ദുൾ സാത്തയെ കുറിച്ച് ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട. ഈ സെബി ഫീൽസ് ദാറ്റ് പേഴ്സൺ ഈസ് ഡൂയിങ് സം ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റി, ദേ ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേഷൻ. അത്രയും പവറാണ് സെബിക്ക് ഉള്ളത്. ദെൻ ദേ കൻ അപ്പോയിൻറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. സെബി കൻ അപ്പോയിൻറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആൻഡ് ദേ കൻ എക്സാമിൻ കണ്ടക്ട് ഓഫ് പേഴ്സൺസ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സെബിക്ക് സോമോട്ടോ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യാൻ പറ്റും, അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാം? ആരൊക്കെയാണോ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത് അവരുടെ കണ്ടക്ട് പ്രവൃത്തി അവരെ എക്സാമിൻ ചെയ്യാനും സെബിക്ക് അധികാരമുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ ബേസിൽ സെബിക്ക് ഒരാളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനോ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ. എന്താ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ നിയമപരമായ ആക്ഷൻസ് എടുക്കാനോ സെബിക്ക് അധികാരമുണ്ട്. ജനസിസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. സെക്ഷൻ 11(2)(e) ഓഫ് സെബി ആക്ടിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ സെക്ഷൻ പറയുന്നത് എന്താണ്? ദിസ് സെക്ഷൻ പ്രൊഹിബിറ്റ്സ് ഫ്രോഡ്ലൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ്. സെക്ഷൻ 11(2)(e) പറയുന്നത് ഫ്രോഡ്ലൻറ്റ് ആയിട്ടുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസിനെ പ്രൊഹിബിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഹൗവർ ഇറ്റ് ഡിഡ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്, ഇതെന്ത് പറയുന്നില്ല? എന്താണ് ഫ്രോഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നോ സെക്ഷൻ 11 പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് വന്നു? ഒരു പുതിയ റെഗുലേഷൻ്റെ ആവശ്യം നിലവിൽ വരികയാണ്. ആൾദോ ഫ്രോഡ് വാസ് ജനറലി അണ്ടർസ്റ്റുഡ്, പക്ഷേ ജനറലി ഫ്രോഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ജനറൽ അണ്ടർസ്റ്റാൻഡിങ് പോരാ ഒരാൾക്കെതിരെ നമുക്ക് ലീഗൽ ആക്ഷൻ എടുക്കാൻ. അതുകൊണ്ട് തന്നെ പ്രൊഹിബിറ്റഡ് പ്രാക്ടീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി, ഇൻവെസ്റ്റേഴ്സിന്, ഇൻ്റർമീഡിയറീസിന്, കമ്പനീസിനെ ക്ലാരിഫിറ്റി കൊടുക്കുന്നതിന് വേണ്ടി, വയലേഷനെ കുറിച്ചിട്ടുള്ള ഒരു യൂണിഫോം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു റെഗുലേഷൻ ആവശ്യമായിട്ട് വന്നു. 1995 സെബി ഒരു റെഗുലേഷൻ ഇഷ്യൂ ചെയ്തു. 16 മാർച്ച് 1995 റെഗുലേഷൻ ഡ്രാഫ്റ്റ് ഇഷ്യൂ ചെയ്തു. അത് പബ്ലിക് കമൻസിന് ഇട്ടു. ഈ റെഗുലേഷൻസിലുണ്ടായിരുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്താണെന്നും, ഫ്രണ്ട് റണ്ണിങ് എന്താണെന്നും, പ്രൈസ് റിഗ്ഗിങ് എന്താണെന്നും, ആർട്ടിഫിഷ്യൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്താണെന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നു. ദ റെഗുലേഷൻ വെർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽ. എന്തായിരുന്നു ആ റെഗുലേഷൻ്റെ ബേസിക് പ്രിൻസിപ്പൽ? എന്തായിരുന്നു? എ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഫങ്ഷൻസ് എഫിഷ്യൻ്റ്ലി ഓൺലി വെൻ മാനിപ്പുലേഷൻ ആൻഡ് ഫാൾസ് സിഗ്നൽസ് ആർ പ്രിവെൻറ്റഡ് ആൻഡ് റോങ് ഡൂവേഴ്സ് ആർ പണിഷ്ഡ്. തെറ്റായ സിഗ്നൽ കൊടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ചെയ്യുന്ന ആൾക്കാർ, അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്രിവെൻറ്റ് ചെയ്യണം. അത് തെറ്റ് ചെയ്യുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നല്ലൊരു സെക്യൂരിറ്റി മാർക്കറ്റ് ഉണ്ടാവില്ല എന്നതായിരുന്നു ജനറൽ പ്രിൻസിപ്പൾ. 2003 ഈ 2002 റിവ്യൂ ചെയ്തതിന് ശേഷം 2003 ഈ റെഗുലേഷൻ പ്രാക്ടിക്കലായിട്ട് വന്നു. എന്താണ് ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ്? ഡീലിംഗ് ഇൻ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആണ്. ബൈയിങ്, സെല്ലിംഗ്, സബ്സ്ക്രൈബിംഗ് ടു സെക്യൂരിറ്റി ഓർ എഗ്രീയിങ് ടു ബൈ ഓർ സെൽ. ബൈയിങ്, സെല്ലിംഗ്, സബ്സ്ക്രൈബിംഗ്, എഗ്രീയിങ് ടു ബൈ ഓർ സെൽ.
അത് ഇൻക്ലൂഡ്സ് ട്രാൻസാക്ഷൻസ് ബൈ പ്രിൻസിപ്പൽ, ഏജന്റ് ഓർ ഇന്റർമീഡിയറി. നേരിട്ട് പ്രിൻസിപ്പൽ നടത്തുന്ന ട്രാൻസാക്ഷൻ, ഏജന്റ് നടത്തുന്ന ട്രാൻസാക്ഷൻ, ഇന്റർമീഡിയറി നടത്തുന്ന ട്രാൻസാക്ഷൻ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇൻക്ലൂഡ്സ് ട്രാൻസാക്ഷൻ ത്രൂ മ്യൂൾ അക്കൗണ്ട്സ്. വെറുതെ ഇല്ലാത്ത ഒരാളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ട്രേഡ് ചെയ്യുന്നതിനെയാണ് മ്യൂൾ അക്കൗണ്ട്സ് പറയുന്നത്. അതിലും ഇത് അപ്ലൈ ചെയ്യും. ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റർ ഡിസിഷൻസ്. എന്താണ് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റർ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റർ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി അതെന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റർ അവരെടുക്കാൻ സാധ്യതയുള്ള തീരുമാനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ അത് ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റർ ഡിസിഷൻ എന്ന് പറയുന്നു. ഒരു സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമർ സ്പ്രെഡ് ചെയ്യുക, അതെന്താണ്? ഇൻഫ്ലുവൻസിങ് ഇൻവെസ്റ്റർ ഡിസിഷനാണ്, അത് വയലേഷനാണ്. ദെൻ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഫ്രോഡ്ലൻ്റ് ആയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, പ്രൊവൈഡിങ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. കേതൻ പരീഖ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് സ്കാം ചെയ്ത ഒരാളാണ്. ഇയാളെ സെക്യൂരിറ്റി മാർക്കറ്റിൽ നിന്ന് ലൈഫ് ടൈം ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. 15 കൊല്ലത്തേക്ക് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ വീണ്ടും കേസുണ്ടായി. ഇയാൾക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അയാൾ എന്ത് ചെയ്തു, വേറെ ആൾക്കാരെ ട്രേഡ് ചെയ്യാൻ സഹായിച്ചു. അതുവഴി അയാളെ വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്തു, വീണ്ടും അയാളെ എന്ത് ചെയ്തു, ബാൻ ചെയ്തു. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്ന എന്താണ് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരിട്ടിട്ട് ഒരു മാനിപ്പുലേഷൻ ചെയ്യുന്നില്ല, പക്ഷേ വേറൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും PFUTP പ്രകാരം അതെന്തായിട്ട് മാറും, അത് പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഡു ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസ് ആയിട്ട് മാറും. ഫ്രോഡ് റെഗുലേഷൻ 2(1)(c)ലാണ് ഫ്രോഡിനെ കുറിച്ച് പറയുന്നത്. 2(1)(c)ലാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫ്രോഡ് ഇൻക്ലൂഡ്സ് എനി ആക്ട്, ഒമിഷൻ, കൺസീൽമെൻറ്റ്, വെദർ ഡിസീറ്റ്ഫുൾ ഓർ നോട്ട്, ഇൻറ്റൻഡഡ് ടു ഇൻഡ്യൂസ് അനദർ പേഴ്സൺ ടു ട്രേഡ്. എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒമിഷൻ അല്ലെങ്കിൽ കൺസീൽമെൻറ്റ്, അത് ഡിസീറ്റ്ഫുൾ ആകണമെന്നില്ല, പക്ഷേ അതുവഴി ഒരാളെ നിങ്ങളിത് ചെയ്യുന്നു, ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, ഫ്രോഡ് എന്ന് പറയാം. ഏതൊക്കെയാണ് സാധാരണ ഫ്രോഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ് മിസ്റെപ്രസെൻറ്റ് ചെയ്യുക. അശ്വത്ഥാമ ആന മരിച്ചു എന്ന് പറയുക, ഇതെന്താണ്? മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റാണ്. അശ്വത്ഥാമാവ് മരിച്ചിട്ടില്ല. അശ്വത്ഥാമ എന്ന് പറയുന്ന ആനയാണ് മരിച്ചത്. പക്ഷേ യുധിഷ്ഠിരൻ എന്ന് പറയുന്ന സത്യസന്ധനായ മനുഷ്യൻ ഈ ദ്രോണരുടെ കൂടാരത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ പറഞ്ഞു, എന്ത്? അശ്വത്ഥാമ എന്ന ആന മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ദ്രോണൻ എന്തേ കേട്ടുള്ളൂ? അശ്വത്ഥാമ മരിച്ചു. അത് കേട്ടതോടുകൂടി ദ്രോണരുടെ BP കൂടി, പ്രഷർ കൂടി, ആകെ മൊത്തം പ്രശ്നമായി. പിറ്റേ ദിവസം യുദ്ധത്തിൽ ദ്രോണർ വധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഈ യമധർമ്മൻ അതാണല്ലോ ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ മകനായ യുധിഷ്ഠിരൻ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റാഞ്ഞെന്നാണ് പറയണത്. അത് വലിയ തെറ്റാണ്. ആ തെറ്റാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അറിഞ്ഞ് ചെയ്യണമെന്നില്ല, അറിയാതെ ചെയ്താലും അത് തെറ്റാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് സത്യത്തെ മിസ്റെപ്രസെൻറ്റ് ചെയ്യുക. സത്യം, അശ്വത്ഥാമ എന്ന ആന മരിച്ചു. നിങ്ങൾ പറഞ്ഞ മിസ്റെപ്രസെൻറ്റേഷൻ എന്താണ്? അശ്വത്ഥാമ ആന മരിച്ചു. ആനയെ കേൾക്കുന്നില്ല ആരും. മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രൂത്ത്. ഫാൾസ് സജഷൻ ഓഫ് ഫാക്റ്റുകളെ ഫാൾസായിട്ട് സജസ്റ്റ് ചെയ്യുക. ഞാൻ ഒരു കാര്യത്തെ കാണുന്നത് ഒരു രീതിയിലായിരിക്കും, അതേ കാര്യത്തെ നിങ്ങൾ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. നിങ്ങൾക്ക് തെറ്റായ തീരുമാനമെടുക്കുന്ന രീതിയിൽ ഞാൻ ആ ഫാക്റ്റിനെ അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. ഈ പരസ്പരം അടികൂടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ 2 ഫ്രണ്ട്സ് ഉണ്ടാവും. മൂന്നാമത്തെ ആൾക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾ നമ്മളെ അടികൂടിപ്പിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അയാൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ് എന്നാണ് പറയുന്നത്. ഫാൾസ് സജഷൻ ഓഫ് ഫാക്റ്റ്. ആൻഡ് ആക്റ്റീവ് കൺസീൽമെൻറ്റ്. അറിഞ്ഞ കാര്യം ഒളിപ്പിച്ച് വെക്കുക. നമുക്കറിയാം, പക്ഷേ നമ്മളെന്ത് ചെയ്യണം, ആരോടും പറയില്ല. അത് കൺസീൽമെൻ്റ് ആണ്. നിങ്ങൾ പറയേണ്ടതാണ്, അത് പറയുന്നില്ല. അതിനെ ആക്റ്റീവ് കൺസീൽമെൻറ്റ്. ഹൈഡിങ് മെറ്റീരിയൽ ഫാക്റ്റ്. ഫാൾസ് പ്രോമിസ്. മേക്സ് പ്രോമിസസ് വിത്തൗട്ട് ഇൻറ്റൻഷൻ ടു പെർഫോം. ഫ്രോഡാണ്. മാർക്കറ്റിൽ ഇപ്പോൾ മദ്രാസിലോ ബോംബെയിലോ ബാംഗ്ലൂരൊക്കെ പോയാൽ സാധാരണ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ വെള്ള ഒരു പേപ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അവർ പറയും, നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യൂ, ദിവസം 2500 രൂപ വരുമാനം നേടൂ. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ദിവസം 2500 പറഞ്ഞാൽ 30 ദിവസം എത്ര കിട്ടി? 75,000 കിട്ടി. ഇത് കേൾക്കുന്ന നമ്മളെപ്പോലത്തെ വിവരദോഷികൾ എന്താ ചെയ്യുക? നേരെ പോയിട്ട് പേഴ്സണൽ ലോൺ 16% എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കും.
ഇയാൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അയാളത് നമുക്ക് ചെയ്തു തരുമോ? അപ്പോൾ അങ്ങനത്തെ എന്താണ് ഫാൾസ് പ്രോമിസസ് കൊടുക്കുന്നത് ഫ്രോഡ്ലൻഡ് ഓർ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. ആൻഡ് റെക്ലെസ് റെപ്രസെൻറ്റേഷൻ. എന്താ റെക്ലെസ് റെപ്രസെൻറ്റേഷൻ? സത്യമോ നുണയോ ആകട്ടെ അതൊരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. ചില ആൾക്കാരുണ്ട്, അവർ പറഞ്ഞതാണ് ശരി, അത് തെറ്റാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും അവർ സമ്മതിക്കൂല. അവരവസാനം എന്താ ചെയ്യുക? കൃഷ്ണവേണി തെറ്റിയാണ് പോവും, തെറ്റിപ്പോവും, ഞങ്ങൾ തെറ്റാണ് ചെയ്തോളൂ, എന്നാലും സമ്മതിക്കില്ല. അത് ശരിയാണോ തെറ്റാണോ സമ്മതിക്കില്ല. ഇതിനെയാണ് റെക്ലെസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. തെറ്റാണോ ശരിയാണോ എന്നറിയാതെ ഒരു സാധനം ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട് പ്രസൻറ്റ് ചെയ്യുക കേട്ടോ. റെക്ലെസ് എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി, ശ്രദ്ധയില്ലാതെ എന്നാണ് അർത്ഥം. ദെൻ ആക്ട് ഡിക്ലെയർഡ് ഫ്രോഡ്ലൻഡ് ഉണ്ടല്ലോ. ഇനി ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നിയമപരമല്ല എന്ന് ആക്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതും ഫ്രോഡാണ്. ഡിസെപ്റ്റീവ് ബിഹേവിയർ. എന്താ ഡിസെപ്റ്റീവ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ഈ ഇൻവെസ്റ്റേഴ്സ് ചില ആൾക്കാരുണ്ട്, ചില നേതാക്കന്മാരുണ്ട്. ഈ ഇപ്പം നമ്മൾ നേതാക്കന്മാരാണ് ഇപ്പോൾ പറയാൻ പറ്റിയ സമയം. ഈ ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ സ്റ്റേജിൽ വന്ന് ഓയ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ അറിയാണ്ട് അവർ പറഞ്ഞാണ് കൂട്ടിയാണ് വിളിച്ചാലേ, അതേപോലെയാണ് വിളിച്ചാലേ. ഇതെന്താണ്? അവർ നമ്മളെ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ സമ്മതിക്കുന്നില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും? അവരുടെ തീരുമാനം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. പൊളിറ്റീഷ്യൻസ് മുഴുവൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ പൊളിറ്റീഷ്യൻസും അങ്ങനെയാണ്. അവരുടെ ചില തീരുമാനങ്ങളുണ്ട്, അത് നമ്മുടെ അടിച്ചേൽപ്പിക്കും. ചില ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്, വെറും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അവർ നമ്മുടെ ചിന്തയെ തന്നെ മാറ്റിക്കളയും. അവരെന്താ ചെയ്യുക? നമ്മുടെ ചിന്തയെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല. അവരുടെ ചിന്ത നമ്മുടെ നാട്ടിലേക്ക് അടിച്ചേൽപ്പിക്കും. ഈ മതപ്രചാരണം നടത്തുന്ന ആൾക്കാരുണ്ട്, മതത്തെ സംസാരിക്കുന്ന സ്വാമിമാരും അച്ഛന്മാരും മൊല്ലാക്കന്മാരും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുക? അവർ പറഞ്ഞതാണ് ശരിയെന്നും തെറ്റിദ്ധരിപ്പിക്കും. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് ടെററിസം എന്ന് പറയുന്നത്. അതായത് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട് മാർക്കറ്റിൽ. ഇയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കും. നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ അനുശ്വരയുടെ വീട്ടിൽ ചിലപ്പോൾ ഡോക്ടർ ഉണ്ടാവും, അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടമുള്ള ഡോക്ടർ ഉണ്ടാവും. എന്ത് അസുഖം വന്നാലും ആ ഡോക്ടറത്തേക്ക് പോകും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഉണ്ടോ? ഫേവറേറ്റ് ഡോക്ടേഴ്സ് ഇല്ല? എനിക്കുണ്ട്, നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും. അനുശ്വര ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആവണില്ല, പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോക്ടർ ഉണ്ടാവും. എന്ത് അസുഖം ഉണ്ടെങ്കിലും മോൾ ആ ഡോക്ടറത്തേക്ക് പോക്കോ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ആ ഡോക്ടറത്തേക്ക് പോവാം, അല്ലെങ്കിൽ ഈ ഡോക്ടർ നല്ല ഡോക്ടറാണ്. വേറെ ആരെങ്കിലും പനിയാണെങ്കിൽ പറഞ്ഞാൽ അത് അപ്പുറത്തൊരു ഡോക്ടറുണ്ട്, അവിടേക്ക് പൊക്കോളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് നമ്മളെ തീരുമാനം അയാളെ നമ്മൾ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്ത് പോയി. ഇതൊരു സംഭവം സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു പ്രശ്നമാണ്. കാരണം എന്താ ചെയ്യുക? നമുക്ക് ചിന്തിക്കാൻ അനുവാദം തരാതെ, നമ്മളെ തീരുമാനമെടുക്കാൻ സഹായിക്കാതെ നമ്മളോട് എന്ത് ചെയ്യുന്നു? നമ്മളോട് അവർ പറയുന്ന തീരുമാനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഡിപ്രൈവിങ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് റീസണബിൾ ബേസിസ്. ഒരു റീസണബിൾ ബേസിസ് ഇല്ലാതെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു. ദാറ്റ് മിസ്ഇൻഫർമേഷൻ അഫക്റ്റിംഗ് മാർക്കറ്റ് പ്രാക്ടീസസ്. മാർക്കറ്റ് പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിസ്ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുന്നു. ഒരു കമ്പനി ഒരു മിസ്ലീഡിങ് ഇൻഫർമേഷൻ കോസിങ് പ്രൈസസ്, തെറ്റായ ഒരു ഇൻഫർമേഷൻ പരസ്യമായിട്ട് കൊടുക്കുന്നു, അതുവഴി സാധനത്തിന് വില കൂടുകയാണെങ്കിൽ അത് ഫ്രോഡ്ലൻഡ് പ്രാക്ടീസാണ്. തെറ്റായ കാര്യം പരസ്യമായിട്ട് ശരിയായ രീതിയിൽ ശരി എന്ന രീതിയിൽ പരസ്യം ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. സെക്യൂരിറ്റീസ് ലോ ഫ്രോഡ്. ഏതൊക്കെയാണ് സെക്യൂരിറ്റി ലോയിൽ സാധാരണ ഉണ്ടാകുന്ന ഫ്രോഡ്? കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട്, ട്രൂത്ത്, അല്ലെങ്കിൽ സജഷൻ ഓഫ് ഫാക്ട്സ് വിച്ച് ആർ നോട്ട് ട്രൂ, active concealment by a person who knows the fact I is not disclosing the fact, without intention of performing it he promising something, and representation made in reckless or careless manner, which omissions which law specifically declare fraudulent, deprive people of informed consent or full participation, that is deceptive behavior, without reasonable ground making a statement, without reasonable belief making a statement as if it true, misinformation എന്താണ്? affecting the market price of the securities company doing. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഫ്രോഡാണ്. എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ആർ എക്സെപ്ഷൻസ്. എന്തൊക്കെയാണ് എക്സെപ്ഷൻസ്? ദ ഫോളോയിങ് ആർ നോട്ട് കൺസിഡർ ആസ് ഫ്രോഡ് ഇഫ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഉത്തമ വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ എന്തല്ല? അത് ഫ്രോഡല്ല. ഏതൊക്കെയാണ്? ഒന്ന്, കമൻറ്റ്സ് ഓൺ ഇക്കണോമിക് പോളിസി ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ഇക്കണോമിക് പോളിസിയുമായ കമൻറ്റ്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ ഞാൻ പറയുകയാണ് രാവിലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പോളിസി കാരണം എന്താണ് ചിലപ്പോൾ LPGയുടെ പ്രൈസ് ഒരു സിലിണ്ടറിന് 1900 രൂപ വരെ ആകാം. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ആൾക്കാരൊക്കെ വിശ്വസിച്ച് അതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിലോ, അവർക്ക് നഷ്ടം ഉണ്ടാവുകയാണെങ്കിലോ ഞാൻ ഉത്തരവാദിയാണോ? അല്ല. അതൊരു ഗവൺമെൻറ് പോളിസിയെക്കുറിച്ച് ഞാൻ മേക്ക് ചെയ്ത ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്.
ഞാൻ പറയുകയാണ് പെട്രോളിൻ്റെ LNG എന്ന് പറയുന്ന കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇതിങ്ങനെയാണ് ഈ കമ്പനി ഇങ്ങനെയേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഫ്രോഡാണ്, തെറ്റാണെങ്കിൽ. അതേസമയം ഐ എം ജസ്റ്റ് മേക്കിംഗ് എ കമൻറ്റ് ഓൺ പോളിസി ഓഫ് ദ ഗവൺമെൻറ്, ദാറ്റ് ഈസ് നോട്ട് എ ഫ്രോഡുലന്റ് സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഇക്കണോമിക് സിറ്റുവേഷൻ ഓഫ് ദ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് തന്നെ കമൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ LPG വില കൂടി, ഇന്ധനോൾ ഗ്യാസ് ഒന്നും കിട്ടില്ല, പെട്രോളൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ധനോൾ കോർപ്പറേഷൻ്റെയൊക്കെ ഷെയറിൻ്റെ വില കൂടും കേട്ടോ. ശരിക്കും ഇത് ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഓയിൽ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇത് എൻ്റെ അഭിപ്രായമൊന്നുമല്ല, ഞാൻ പറയുന്നത് ഒരു ജനറൽ കമൻറ്റ് ഓൺ ഇക്കണോമിയാണ്. ഈ ഇക്കണോമിക് സിറ്റുവേഷൻ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പ്രകാരം എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യതയുണ്ട്. ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ഐ ക്യാൻ മേക്ക് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തിൻ്റെ പോളിസിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാറ്ററിനെ കുറിച്ചിട്ടോ ആണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ, ഉദാഹരണം ഞാൻ പറയുകയാണ്, എപ്പോഴൊക്കെ 15,000 വരെ സെൻസെക്സ് നിഫ്റ്റി പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ താഴ്ത്തു വന്നിട്ടുണ്ട്. താഴ്ത്തു വന്നില്ല, മേലോട്ട് പോയി. ഞാൻ ഉത്തരവാദിയാണോ? അല്ല, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ മേക്കിംഗ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ഞാൻ നേരെ തിരിച്ച് ഒരു അനാലിസിസ് വെക്കുകയാണ്. ഞാനൊരു പ്രസൻറ്റേഷനൊക്കെ തന്നിട്ട് കുറേ ചാർട്ടൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ പോകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡാണ്. എക്സെപ്ഷനിൽ വരണമെന്നുണ്ടെങ്കിൽ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആൾ പ്രസംഗിക്കുന്ന സമയത്ത് പറയുകയാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ എല്ലാ ഓഡ് ഇയറുകളിലും താഴോട്ട് വരാറുണ്ട്, എല്ലാ ഈവൻ ഇയറിലും മുകളിലോട്ട് പോകാറുണ്ട് എന്ന് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരു ഫ്രോഡുലന്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. I can show you how the stock market perform. You see, in 2022 the market gone up, 2023 market gone down, 2024 market's gone up. So I'm sure that if you are interested you can invest now. Fraudulent statement ആണ്. So the way in which you make the statement is more important. That is fraudulent. ഏറ്റവും കൂടുതൽ കേസുള്ള കേസാണ് സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് സോ അപ്ലൈസ് ടു ബോത്ത് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രൈവറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റിനും പ്രൈവറ്റ് സ്റ്റേറ്റ്മെൻറ്റിനും ഇത് അപ്ലൈ ചെയ്യും, എക്സെപ്ഷൻസ് അപ്ലൈ ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സെബി ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ആളെയാണ് ഇൻവെസ്റ്റിഗേറ്റ് അല്ലെങ്കിൽ അതോറിറ്റിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി. മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഡിമാറ്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. എന്താണ് അത്? ഒരു ആളുടെ പേരിലാണ്, പക്ഷേ അത് കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാണ്. നമ്മളൊരു മ്യൂളിനെ വെക്കുക, ഒരു ടെററിസ്റ്റ് മ്യൂളിനെ വെക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഒരു സ്പൈയെ നമ്മൾ കൊണ്ടുവയ്ക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഒരു ചാരൻ വെക്കുക, ചാര എന്നൊക്കെ പറയുന്നത്, അതാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. മ്യൂൾ അക്കൗണ്ട് വിൽ ബി ഇൻ ദ നെയിം ഓഫ് ദേവൻ ആൻഡ് വിൽ ബി ഓപ്പറേറ്റഡ് ബൈ മീ. ഇതിനെയാണ് മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. നോ പേഴ്സൺ ഷാൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഒരു വ്യക്തിയും നേരിട്ടോ അല്ലാതെയോ എന്ത് ചെയ്യാൻ പാടില്ല? സെക്യൂരിറ്റികളിൽ ഫ്രോഡുലന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല. യൂസിങ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻസൈഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു കേട്ടോ. ഇൻസൈഡ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. ഹി ഷുഡ് നോട്ട് ഡീൽ ഇൻ സെക്യൂരിറ്റീസ് ഇൻ ഫ്രോഡുലന്റ് മാനർ. എപ്പോഴാണ് ഫ്രോഡുലന്റ് മാനറിൽ സെക്യൂരിറ്റി ട്രേഡ് ചെയ്യുക? നിങ്ങളുടെ കയ്യിൽ ഇൻസൈഡ് ഇൻഫർമേഷൻ ഉണ്ട്, അത് ഡിസ്ക്ലോസ് ചെയ്യാതെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണ്, അത് ഫ്രോഡുലന്റ് ആണ്. 2, nobody can use manipulative or deceptive devices. എന്താണ്? ഏതെങ്കിലും തരത്തിലെ മാനിപ്പുലേറ്റീവായ സ്റ്റോക്ക് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസെപ്റ്റീവായ തീരുമാനമെടുക്കുന്ന ആളെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റിംഗ് സ്റ്റോക്ക് പ്രൈസിനെ ആർട്ടിഫിഷ്യലായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണ്. ഇതൊക്കെ ആര് ചെയ്താണ്? കേതൻ പരീഖും ഹർഷത് മേത്തയും റെഡി വോൾഫും പറഞ്ഞ നമ്മുടെ ബോംബെക്കാരനും ഒക്കെ ചെയ്തത് ഇത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവരെന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻഫ്ലേറ്റ് ചെയ്യുക, ഒന്നുകിൽ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന ആൾക്കാരെ കൊണ്ട് സെക്യൂരിറ്റികൾ വാങ്ങിപ്പിക്കുക, പിന്നീട് അവർ അത് വാങ്ങാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുക, കൂടുതൽ ആൾക്കാർ ആ സെക്യൂരിറ്റികൾ വാങ്ങുക, ഒരു ടെക്നിക്കൽ ബേസിസും ഇല്ലാതെ, ഒരു ഫണ്ടമെൻ്റൽ ബേസിസും ഇല്ലാതെ ആ സെക്യൂരിറ്റി ട്രേഡിങ്ങിനെ ഇൻഫ്ലേറ്റ് ചെയ്യുക. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. യൂസ് മാനിപ്പുലേറ്റീവ് ഓർ ഡിസെപ്റ്റീവ് ഡിവൈസസ്. ദെൻ യൂസ് സ്കീംസ് ഓർ ഡിവൈസസ് ടു ഡിഫ്രോഡ്. ഏതെങ്കിലും ഒരു സ്കീം പ്രകാരം, ഡിവൈസ് പ്രകാരം നിങ്ങൾ ആൾക്കാരെ ഡിഫ്രോഡ് ചെയ്യുന്നു. ഞാൻ അത്ര ലാഭം ഉണ്ടാക്കി തരാം, ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ്, ഞാൻ ലാഭം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഓപ്ഷൻ്റെ രാജാവാണ് ഞാൻ, ഓപ്ഷൻ്റെ റാണിയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന രാജാക്കന്മാരെ കാണാം. എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. സെക്യൂരിറ്റി മാർക്കറ്റ് ട്രേഡിംഗ് നിങ്ങളെ പേടിപ്പിക്കുന്നുവോ? സെക്യൂരിറ്റി മാർക്കറ്റ് ഇത്ര ലാഭം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ എന്തിനാപ്പം ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം? ഈ ചോദ്യം ആരും ചോദിക്കാറില്ല. ഒരു 10% ലാഭം ആർക്കും ഉണ്ടാക്കാം. ഒരാൾ പറയുകയാണ് 100% ലാഭം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടാൽ ആ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് അവിടെ തന്നെ അൺഫോളോ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷെ നമ്മളതിൽ ട്രാപ്പ് ചെയ്യപ്പെടും. ആ ട്രാപ്പിലാണ് നമ്മുടെ പൈസ പോകുന്നത് മുഴുവൻ.
ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഡിസെപ്റ്റീവ് ഡിവൈസസ്. യൂസ് സ്കീംസ് ഓർ ഡിവൈസസ് ടു ഡിഫ്രോഡ്. പമ്പ് ഡംപ് സ്കീം എന്ന് പറയുന്നത്. പമ്പ് ഡംപ് സ്കീം എന്ന് പറഞ്ഞാൽ പൈസ മാക്സിമം അടിച്ചെടുത്തിട്ട് എല്ലാവരെയും പറ്റിച്ചിട്ട് മുങ്ങുന്ന ആൾക്കാരെയാണ് പമ്പ് ഡംപ് സ്കീം. ആദ്യം പമ്പ് ചെയ്യും, ദെൻ ഡംപ് ചെയ്യും. ഇതിൻ്റെ ജസ്റ്റ് വേണം. ഓക്കെ, ദെൻ എൻഗേജ് ഇൻ ആക്ട്സ് ദാറ്റ് ഓപ്പറേറ്റ് ആസ് ഫ്രോഡ് ഓർ ഡെസീറ്റ്. ഏതെങ്കിലും പ്രവർത്തികൾ ചെയ്യുന്നു, അതെന്താണ്? ഫ്രോഡ് അല്ലെങ്കിൽ ഡെസീറ്റ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിസിനസ് പ്രാക്ടീസസ്, ട്രേഡിംഗ് പാറ്റേൺസ്, സ്കീംസ് ദാറ്റ് മിസ്ലെഡ് ഇൻവെസ്റ്റേഴ്സ്. അവർ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതെന്താണ്? ഫ്രോഡ് അല്ലെങ്കിൽ പറ്റിക്കാനുള്ളതാണ്. അതെന്തൊക്കെയാകാം? ബിസിനസ് പ്രാക്ടീസുകളാകാം, ട്രേഡിംഗ് പാറ്റേൺസ് ആകാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ മിസ്ലീഡ് ചെയ്യുന്ന സ്കീംസുകളാകാം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫ്രണ്ട് റണ്ണിങ് ആണ് ഇതിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ. അതായത് സാധാരണ കേസിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിൻ്റെ, ഫ്രോഡുലന്റ് പ്രാക്ടീസസിൻ്റെ ക്ലാസിക് എക്സാമ്പിൾ ഫ്രണ്ട് റണ്ണിങ്. എന്താണ് ഫ്രണ്ട് റണ്ണിങ്? ഹൃദയ, ഇതിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ഫ്രണ്ട് റണ്ണിങ് ഒന്നിനും പറയും. ഒരു മിനിറ്റ് 60 സെക്കൻഡാട്ടോ അത്. 360 മൈക്രോ സെക്കൻഡ്. അതാണോ ഫ്രണ്ട്? ആണോ? അതാണെങ്കിൽ ആണ്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്, നീ ഇതിനെ പേടിക്കണേ. അവളത് തെറ്റി വിചാരിച്ചു. അവളൊന്നുകൂടി ആലോചിച്ചു, അവളുടെ മെമ്മറിയിലുണ്ടോ എന്ന് റെക്കോർഡ് എടുത്ത് നോക്കി. റെക്കോർഡ് ഇപ്പോൾ അതിൽ കാണാണ്ട് വീണ്ടും അതന്നെ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കി. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ അവൾ തെറ്റിക്കും. തെറ്റിക്കരുത്. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് ആരുടെ മുമ്പിലും നമുക്ക് പറയാനുള്ള ധൈര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റേ ആൾക്കാരത് വിശ്വസിക്കണം, അയാളത് സമ്മതിക്കണം എന്ന് ഒരു നിയമം ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഫ്രണ്ട് റണ്ണിങ് ക്ലാസിക് എക്സാമ്പിൾ. ഫ്രണ്ട് റണ്ണിങ് ആണ് എല്ലാവരും ചെയ്തത്. കേതൻ പരീഖ് ആണെങ്കിലും അഷത് മേത്ത ആണെങ്കിലും ഈ പറയുന്ന സ്കാം ചെയ്ത എല്ലാ ആശാന്മാരും ആശാത്തികളും ചെയ്ത് ഫ്രണ്ട് റണ്ണിങ് ആണ്. രമേഷ്, എ ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഓഫ് ABC ലിമിറ്റഡ്. രമേഷ് ഒരു ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആണ് ABC ലിമിറ്റഡിൻ്റെ. ഇയാൾക്ക് എന്ത് കിട്ടുന്നു? റിസീവ് ട്രേഡിംഗ് ഇൻസ്ട്രക്ഷൻ ഫ്രം മാനേജിംഗ് ഡയറക്ടർ. പീയൂഷ് എന്ന് പറയുന്ന മാനേജിംഗ് ഡയറക്ടറിൽ നിന്നും അയാൾക്ക് സ്ഥിരമായിട്ട് എന്ത് കിട്ടുന്നു? ട്രേഡിംഗ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നു. അയാൾ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ആദ്യം അയാളുടെ അക്കൗണ്ടിൽ വാങ്ങും, പിന്നെ പീയൂഷിൻ്റെ അക്കൗണ്ടിൽ വാങ്ങും. സ്ക്വയർസ് ഓഫ് ട്രേഡിംഗ് അലോങ് വിത്ത് പീയൂഷ്. പിന്നെ അത് വിൽക്കുന്ന സമയത്ത് പീയൂഷിനൊപ്പം ട്രേഡ് ചെയ്യും. ഞാൻ ശരണ്യെ വിളിച്ച് പറയുന്നു, ശരണ്യാണ് എൻ്റെ ഫിനാൻസ് എക്സിക്യൂട്ടീവ്. ശരണ്യെ വിളിച്ച് പറഞ്ഞു, ശരണ്യ എനിക്ക് ഒരു 1000 ഇൻഫോസിസിൻ്റെ ഷെയർ വാങ്ങും. ശരണ്യ ആദ്യം എന്ത് ചെയ്യും? ഒരു 10 ഇൻഫോസിസിൻ്റെ ഷെയർ അയാളുടെ പേരിൽ വാങ്ങും, ബാക്കി 1000 ഷെയർ എൻ്റെ പേരിലും വാങ്ങും. ആദ്യം ആർക്ക് വാങ്ങും? ശരണ്യക്ക് വാങ്ങും. ഞാൻ പിറ്റേ ദിവസം വിളിച്ച് പറയും, ശരണ്യ ഒരു 500 വിപ്രോയുടെ ഷെയർ വാങ്ങും. ശരണ്യ ഒരു 100 വിപ്രോയുടെ ഷെയർ ആദ്യം ആളുടെ അക്കൗണ്ടിൽ വാങ്ങും, അതിനുശേഷം എൻ്റെ അക്കൗണ്ടിൽ വാങ്ങും. ഇപ്പോൾ ഇതെന്താ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ? ഫ്രണ്ട് റണ്ണിങ്. വേറൊരാൾ പറയുന്ന ഇൻഫർമേഷൻ അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അയാളുടെ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് റണ്ണിങ് ആണ്. അതിനുശേഷം ഞാൻ എപ്പോഴാണോ വിൽക്കാൻ പറയുന്നത് ഉടനെ തന്നെ അയാൾ എന്ത് ചെയ്യും? ഈ ഷെയറൊക്കെ വിൽക്കും. അയാളുടെ ഷെയറും എൻ്റെ ഷെയറും വിൽക്കും, എന്നിട്ട് അയാൾ ലാഭം ഉണ്ടാക്കും. ഇതിനെ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയും. സോ ഇവിടെ രമേശ് എന്താ ചെയ്യുന്നത്? ഹി മേക്സ് എ റോങ്ഫുൾ പ്രോഫിറ്റ് യൂസിങ് അഡ്വാൻസ് ഇൻഫർമേഷൻ. ഇത് ഒരു ഫ്രണ്ട് റണ്ണിങ് ആണ്. ഇതിനെ ഫ്രോഡുലന്റ് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കാവുന്നതാണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 2, ഫ്രണ്ട് റണ്ണിങ് ബൈ എൻ എക്സ്റ്റേണൽ പേഴ്സൺ. ഞാനിപ്പോൾ പറഞ്ഞത് ഒരു ഇന്റേണൽ പേഴ്സൺ ആണ്. ഇനി ഒരു ഫ്രണ്ട് റണ്ണിങ് ബൈ എൻ എക്സ്റ്റേണൽ പേഴ്സൺ, പുറത്തുള്ള ഒരാൾ ഫ്രണ്ട് റണ്ണിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പേഴ്സൺ എക്സ് റിസീവ്സ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയീസ് ഓഫ് XYZ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ എംപ്ലോയിയിൽ നിന്നും ഒരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ആർക്ക് കിട്ടുന്നു? പേഴ്സൺ എക്സിന് കിട്ടുന്നു. അയാൾ ABC കമ്പനിയുടെ ഷെയർ പ്രൈസ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അയാൾ വാങ്ങുന്നു. അതിനുശേഷം XYZൻ്റെ മൂവ് ചെയ്തതിന് ശേഷം അയാൾ ലാഭമുണ്ടാക്കുന്നു. ദിസ് ഈസ് ആൾസോ ഫ്രണ്ട് റണ്ണിങ് ആൻഡ് ഫ്രോഡുലന്റ് ട്രേഡിംഗ്. അതായത് ഒരു പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ UPSI ഒരു എംപ്ലോയിയിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്നു. അയാൾ അത് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ്? ഫ്രോഡാണ്. കീ കൺസെപ്റ്റ് ടു റിമെമ്പർ: ഫ്രോഡ് ഡസ് നോട്ട് റിക്വയർ ആക്ച്വൽ ഗെയിൻ ഓർ ലോസ്. ഈ ഫ്രോഡ് ഉണ്ടാകാൻ നഷ്ടമുണ്ടാകണം, ലാഭമുണ്ടാകണം എന്നില്ല. ഈവൻ അറ്റംപ്റ്റ് ടു ഇൻഡ്യൂസ് ട്രേഡിംഗ് ഇസ് എനഫ്. ഒരാളെ ട്രേഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഫ്രോഡാണ്.
റെഗുലേഷൻസ് അപ്ലൈ ടു ഓൾ പേഴ്സൺസ് നോട്ട് ജസ്റ്റ് ഇൻ്റർമീഡിയറ്റ്. ഇത് ഇൻ്റർമീഡിയറ്റുകൾക്ക് മാത്രമല്ല എല്ലാ തരം വ്യക്തികൾക്കും ഇത് അപ്ലിക്കബിൾ ആണ്. ദെൻ സെബി ഹാസ് വൈഡ് പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ്, പീനലൈസ് ആൻഡ് ക്യാൻസൽ രജിസ്ട്രേഷൻ. ഇനി നമുക്ക് റെഗുലേഷൻ 4 എടുക്കാം. റെഗുലേഷൻ 4 നമുക്ക് 5 മിനിറ്റ് ബ്രേക്ക്. പ്രൊഹിബിഷൻ ഓഫ് മാനിപ്പുലേറ്റീവ്, ഫ്രോഡുലന്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. റെഗുലേഷൻ 4 ബേസിക് റൂൾ 4 പറയുന്നത് നോ പേഴ്സൺ, ഒരാളും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, ഫ്രോഡുലന്റ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് സെക്യൂരിറ്റി മാർക്കറ്റിൽ ചെയ്തുകൂടാ. ഒരു വ്യക്തിയും എന്നാ പറഞ്ഞത്, നോ പേഴ്സൺ, ഒരു വ്യക്തിയും, അതാരാകാം, രജിസ്റ്റേർഡ് ആകാം, അൺരജിസ്റ്റേർഡ് ആകാം, ലിസ്റ്റഡ് ആകാം, അൺലിസ്റ്റഡ് ആകാം, സാധാരണക്കാരനാകാം, ആരും ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, ഫ്രോഡുലന്റ് ആയിട്ടുള്ള, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ചെയ്തുകൂടാ. എന്തൊക്കെയാണ് ഡീംഡ് ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ എന്നാണ് പറയുന്നത്. See, the following acts are automatically deemed fraudulent and unfair trade practice. പ്രൂവ് ചെയ്തില്ലെങ്കിലും താഴെ പറയുന്ന പ്രവൃത്തികൾ എന്തായിട്ട് കണക്കാക്കും, ഫ്രോഡുലന്റ് ആയിട്ട് കണക്കാക്കും എന്ന് പറയുന്നു. 1, കമ്പനിയുടെ അസറ്റുകൾ ഡൈവേർഷൻ നടത്തുക, അല്ലെങ്കിൽ കമ്പനിയുടെ പണം മിസ്യൂട്ടിലൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ കൈവശം വയ്ക്കുക, സൈഫൺ ഓഫ് ചെയ്യുക, നമ്മുടെ വക മാറ്റി ചെലവാക്കുക. കൺസീൽമെൻറ്റ്, അങ്ങനത്തെ പ്രവൃത്തികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു. മാനിപ്പുലേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, സത്യം അല്ലേ, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുക. എനി സ്കീം ടു ആർട്ടിഫിഷ്യലി ഇൻഫ്ലുവൻസ് ഷെയർ പ്രൈസസ്, ഷെയർ പ്രൈസസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ സ്കീം കൊണ്ടുവരിക. ട്രാൻസാക്ഷൻ ത്രൂ മ്യൂൾ അക്കൗണ്ട്സ് വഴി ട്രാൻസാക്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസുകളാണ്. എ കമ്പനി മാനിപ്പുലേറ്റ്സ് ഇറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ഹയർ പ്രോഫിറ്റ്. ഇതെന്താണ്, ഇതുവഴി ഷെയർ പ്രൈസ് കൂടുന്നു. ഇതെന്തായിട്ട് കണക്കാക്കാം, ഫ്രോഡുലന്റ് ആൻഡ് മാനിപ്പുലേറ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കാം. ഡീംഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ്. എനി ഡീലിംഗ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ് ഷാൽ ബി ഡീംഡ് ഫ്രോഡുലന്റ് ഇഫ് ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ്, സെക്യൂരിറ്റി മാർക്കറ്റിലെ ഏതൊരു പ്രവൃത്തിയും ഫ്രോഡുലന്റ് ആയിട്ട് കണക്കാക്കും. ഏതൊക്കെയാണ്? false or misleading appearance of trading, creating artificial trading activity, ഇല്ലാത്ത ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി മാർക്കറ്റിൽ ഉള്ളതുപോലെ തോന്നിപ്പിക്കുക. അതെങ്ങനെ തോന്നിപ്പിക്കുക? ഒന്നുകിൽ ഹെവി ബൈയിങ് ഓർഡേഴ്സ് ഇടുക, അല്ലെങ്കിൽ ഹെവി സെല്ലിംഗ് ഓർഡേഴ്സ് ഇടുക, അതും അല്ലെങ്കിൽ മാനിപ്പുലേറ്റീവ് ട്രേഡിംഗ് ചെയ്യുക, നിങ്ങൾ ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ട്രേഡ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? false or misleading appearance of trading. Fake trades are executed to show high volume in shares. തെറ്റായ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഹൈ വോളിയം ഓഫ് ട്രേഡ് ഉള്ളതുപോലെ കാണിക്കുക, അതുവഴി എന്തുണ്ടാകുന്നു, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുക. Then no real transfer of ownership, transaction done without intention of ownership transfer, only to inflate price, depress price or create fluctuation. These are called wash trade ചെയ്യുക. വാഷ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെ അവർ പരസ്പരം ട്രേഡ് ചെയ്ത് കളിക്കുക. ക്ലോസ്ലി ഹെൽഡ് കമ്പനികളാകും, വളരെ കുറച്ച്, അല്ലെങ്കിൽ റിമോട്ട്ലി വളരെ കുറച്ച് ട്രേഡിംഗ് നടക്കുന്ന കമ്പനികളാകും. ഈ കമ്പനികൾ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ആരാന്ന് പരസ്പരം അറിയാം. അവർ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് ട്രേഡിംഗ് വോളിയം വർദ്ധിപ്പിക്കുക. പുറത്തുള്ള ആൾക്കാർ ഇയാമ്പാറ്റുകളോടെ വന്നിടുക. വാഷ് അക്കൗണ്ട്സ് എന്ന് പറയും. വാഷ് ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ അവർ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്, പക്ഷേ ആൾക്കാർ വിചാരിക്കുന്നത് വേറെ ആരും ആണെന്ന് വിചാരിക്കും. വാഷ് ട്രേഡുകൾ. Fraudulent minimum subscription, inducing persons to subscribe to securities by advancing money or arranging funding artificially to ensure minimum subscription is achieved. ഒരു കമ്പനിയുടെ IPO ചെയ്യുന്ന സമയത്ത് ആ IPO സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പണം കടം കൊടുത്ത് അവരെ കൊണ്ട് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യിക്കുക, അതല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫണ്ടിങ് നടത്തിക്കൊണ്ട് നമ്മൾ അവരെ സെക്യൂരിറ്റി എന്ത് ചെയ്യുക, അതിനെ ട്രേഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം? ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ആ മിനിമം സബ്സ്ക്രിപ്ഷൻ അച്ചീവ് ചെയ്യുക എന്ന് പറയാം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPOയുടെ 90% ഷെയറെങ്കിലും പബ്ലിക് വാങ്ങാൻ സമ്മതിച്ചാൽ മാത്രമേ ആ ഷെയർ എന്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയാൻ പറ്റത്തുള്ളൂ, ആ പബ്ലിക് ഇഷ്യൂ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കമ്പനിക്ക് 60% ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കുന്നു, ഈ പണം മുഴുവൻ തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ബാക്കി 30% ഷെയർ നിങ്ങൾക്കറിയുന്ന ആൾക്കാരെ കൊണ്ട് കാശ് കടം കൊടുത്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. അത് കണ്ട ഉടനെ പെട്ടെന്ന് അരമണിക്കൂറിൽ 30,000 ഷെയർ വാങ്ങിയാൽ ഉടനെ തന്നെ എന്തുണ്ടാവും? ആൾക്കാരൊക്കെ സംശയം തോന്നും, എന്തോ ഭയങ്കര സംഭവം സംഭവിക്കുന്നുണ്ട്. അവർ മുഴുവൻ എന്ത് ചെയ്യും? അവർ പബ്ലിക് ധാരാളം ഷെയറുകൾ വാങ്ങുകയും അത് 3 ടൈംസോ 4 ടൈംസോ സബ്സ്ക്രൈബ് ആവുകയും ചെയ്യും.
അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരുടെ പൈസ മാത്രം അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. ആ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യുന്നു, എന്തെങ്കിലും കാരണം പറഞ്ഞ് ക്യാൻസൽ ചെയ്യുകയും പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഫ്രോഡല്ലേ? അത് ഫ്രോഡലൻ്റ് ആക്ടിവിറ്റിയാണ്. ദെൻ ആർട്ടിഫിഷ്യൽ പ്രൈസ് മാനിപ്പുലേഷൻ. ആർട്ടിഫിഷ്യലായിട്ട് പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഇൻഡ്യൂസിങ് അതേഴ്സ് ടു ട്രേഡ് ബൈ പേയിങ് മണി, ഓഫറിങ് ബെനിഫിറ്റ്സ് ടു മാനിപ്പുലേറ്റ് പ്രൈസസ്. നിങ്ങൾ സ്വയം ട്രേഡ് ചെയ്യാതെ, അത് നിങ്ങളാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു, മറ്റു പലർക്കും പണം കടം കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് കൊടുത്തിട്ട് അവരെ കൊണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യിപ്പിക്കുന്നു. അതുവഴി കൂടുതൽ ആൾക്കാരെ സെക്യൂരിറ്റികൾ വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുകയും അവരെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. Then, price manipulation, any act of influencing market price or benchmark price of securities. സെക്യൂരിറ്റിൻ്റെ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും മാനിപ്പുലേറ്റീവ് ആണ്. ഫാൾസ് ഇൻഫർമേഷൻ പബ്ലിക്കേഷൻ. കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പബ്ലിഷ് ചെയ്യുകയോ സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യുന്നു. അത് ഫാൾസ് ഫിനാൻഷ്യൽ റിസൾട്ടുകളാണ്, ഫാൾസ് കോർപ്പറേറ്റ് ഇൻഫർമേഷനാണ്, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അനൗൺസ്മെൻറ്റുകളാണ്. ടു ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻഫ്ലുവൻസിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൾസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോർപ്പറേറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത് എന്താണ്? ഫ്രോഡലൻ്റ് ആക്ടിവിറ്റിയാണ്. ഫേക്ക് ട്രാൻസാക്ഷൻ. ഓണർഷിപ്പ് ചേഞ്ചോ അല്ലെങ്കിൽ എക്സിക്യൂഷനോ സീരിയസ് ആയിട്ട് എടുക്കാതെ ഫേക്കായിട്ട് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുക. അതുവഴി എന്താണ്, ഇപ്പം ഞാനും നന്ദനയും തമ്മിലൊരു ട്രാൻസാക്ഷൻ ഉണ്ട്. നന്ദനോട് പറയുകയാണ്, ഞാൻ തനിക്ക് ഈ സാധനം വിൽക്കാം, താൻ വാങ്ങിയതായിട്ട് പറഞ്ഞാൽ മതി, പിന്നീട് എപ്പോഴും താൻ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഫ്രോഡലൻ്റ് ആണ്. മാർക്കറ്റ് ആളെന്താ വിചാരിക്കുക? നന്ദന ബോട്ട് രാജീവ് സർ ഷെയർ എന്നല്ല വിചാരിക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാനോ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനോ ഉദ്ദേശിക്കാതെ വേറൊരാളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഓട്ടോമാറ്റിക്കലി എന്താണ്, മറ്റുള്ള ആൾക്കാർ വിചാരിക്കുക എന്താണ്, ഷെയറിൻ്റെ വില കൂടും അല്ലേ, ഇയാൾ വാങ്ങിയെന്ന് ഷെയറിൻ്റെ വില കൂടും, പക്ഷേ ആ ട്രാൻസാക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, നമ്മൾ അനൗൺസ് ചെയ്യാണ്. കാർലിൽ ഡിസൈഡ് ടു ബൈ PNB ഹൗസിംഗ് ഷെയർസ്. മാർക്കറ്റിൽ ന്യൂസ് വന്നു. കാർലിൽ എന്ന് പറയുന്ന അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, ദേ ആർ ബൈയിങ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഹൗസിംഗ് ഷെയർ എന്ന ന്യൂസ് വന്നു എന്ന് വിചാരിക്കും. കാറിൽ വാങ്ങിയിട്ടില്ല, PNB വിറ്റിട്ടില്ല, പക്ഷേ കേൾക്കുന്ന ആൾക്ക് എന്താ വിചാരിക്കുക, ആ ന്യൂസ് ഫേക്ക് ആയിരുന്നെങ്കിലോ? ഫ്രോഡല്ലേ? ഫ്രോഡലൻറ്റ്. ഇതാണ് ഫ്രോഡലൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രേഡിംഗ് ഇൻ ഫ്രോഡലൻറ്റ് സെക്യൂരിറ്റീസ്. സ്റ്റോളൻ സെക്യൂരിറ്റീസിൽ, കൗണ്ടർഫീറ്റ് സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഫ്രോഡലൻ്റ്ലി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് എന്താണ്? അതും ഫ്രോഡലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എക്സെപ്ഷൻ, നോട്ട് കൺസിഡേർഡ് ഫ്രോഡ് ഇഫ് സെല്ലർ ഈസ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്. ഇനി കോൺട്രാക്ട് ആക്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പഠിച്ചിട്ടില്ലേ? ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പറഞ്ഞാൽ നമ്മൾ എവിടെയത് പഠിച്ചത്? ശരിക്കും പഠിച്ചത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിലാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് പഠിക്കുന്നത്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ ആൾക്ക് അവകാശമില്ലെങ്കിൽ പോലും ഉത്തമ വിശ്വാസത്തോടെ മുഴുവൻ പണവും കൊടുത്ത ഒരാൾ സാധനം വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ അവകാശി അയാളായിട്ട് മാറും. ഇതിനെയാണ് ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുന്നത്. Holder in due course. So not considered fraud if the seller is holder in due course or securities were previously traded through bona fide transaction. ഒരു ബോണഫൈഡ് ട്രാൻസാക്ഷൻ വഴി കാശ് കൊടുത്ത് വാങ്ങിയ ഒരാൾക്ക് ഇത് ഫ്രോഡലൻ്റ് ആയിട്ട് കണക്കാക്കില്ല. അതായത് ഒരു ഫ്രോഡലൻ്റ് സെക്യൂരിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നത് ഫ്രോഡാണ്. അതേസമയം കാശ് കൊടുത്തിട്ട് ബോണഫൈഡ് ട്രാൻസാക്ഷൻ വഴി കാശ് കൊടുത്തൊരു സെക്യൂരിറ്റി വാങ്ങുകയാണെങ്കിൽ അതിനെന്തായിട്ട് കണക്കാക്കില്ല? ഫ്രോഡലൻ്റ് ട്രേഡായിട്ട് കണക്കാക്കില്ല. ഡിസമിനേറ്റിംഗ് ഫാൾസ് ഇൻഫർമേഷൻ. കമ്പനിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ മീഡിയ വഴിയോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയോ അവരെന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഡിസമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് തെറ്റാണ്. ദെൻ അൺഓതറൈസ്ഡ് ക്ലയൻറ്റ് ട്രേഡിംഗ്. ട്രേഡിംഗ് വിത്തൗട്ട് ക്ലയൻറ്റ് കൺസെൻറ്റ്. ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ക്ലയൻറ്റിൻ്റെ ഫണ്ട് മിസ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലയൻറ്റ് സെക്യൂരിറ്റീസ് മിസ്യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് അൺഓതറൈസ്ഡ് ക്ലയൻറ്റ് ട്രേഡിംഗ് ആണ്, ഫ്രോഡാണ്. കാർവി ചെയ്തതാണ്. കാർവി ഈ ക്ലയൻസിൻ്റെ അനുമതിയില്ലാതെ എന്ത് ചെയ്തു, ക്ലയൻറ്റിൻ്റെ ഷെയറുകളെല്ലാം കാർവി പ്ലഡ്ജ് ചെയ്തു. അതിനുവേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കി. ആ റെസൊല്യൂഷൻ മീറ്റിങ്ങിൽ പാസ്സാക്കിയതല്ല, മീറ്റിംഗ് പാസ്സാക്കിയതിന് ശേഷം എഴുതി ചേർത്ത റെസൊല്യൂഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലയൻറ്റിൻ്റെ ഷെയറുകൾ ആരുടെ കയ്യിലുണ്ടായിരുന്നു? കാർവി ഷെയർ ബ്രോക്കിംഗ് എന്ന് പറഞ്ഞ കമ്പനി കയ്യിലുണ്ടായിരുന്നു. അവരത് ട്രേഡ് ചെയ്തു. ആ ട്രേഡ് പിന്നീട് പിടിച്ചപ്പോൾ അതിൻ്റെ കമ്പനി സെക്രട്ടറി ജയിലിൽ പോയി. അതോടൊപ്പം കാർവിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. എന്താ കാരണം? ഫ്രോഡലൻ്റ് ആണ്. കാരണം ഒരു കമ്പനിയുടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സെക്യൂരിറ്റി ഉണ്ടാകും, അവരുടെ പെർമിഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഫ്രോഡലൻ്റ് ആണ്. അൺഓതറൈസ്ഡ് ക്ലയൻറ്റ് ട്രേഡിംഗ്. ക്ലയൻറ്റിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക, ക്ലയൻറ്റിൻ്റെ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ പണം നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വയലേഷൻ ഓഫ് ഫിഡ്യൂഷ്യറി ഡ്യൂട്ടി എന്ന് പറയും. അത് ഫ്രോഡലൻ്റ് ആണ്. സർക്കുലർ ട്രേഡിംഗ്. എന്താ സർക്കുലർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ? സർക്കുലർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ടു ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ വോളിയം. ഞാനും ദേവനും ബ്രിജിറ്റയും കൂടെ തീരുമാനിച്ച് ഞങ്ങളൊരു സർക്കുലർ ട്രേഡിംഗ് ഉണ്ടാക്കുന്നു. ഞാൻ ഷെയർ ആർക്ക് വെക്കും? ദേവന് വെക്കും. ദേവൻ ആ ഷെയർ ആർക്ക് വെക്കും? ബ്രിജിത്തേക്ക് വെക്കും. ബ്രിജിൻ്റെ ഷെയർ ആര് വാങ്ങും? ഞാൻ തന്നെ വാങ്ങും. ഇങ്ങനെ ഞങ്ങൾ പരസ്പരം 4, 8, 10 ആൾക്കാർ പരസ്പരം ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവഴി ആൾക്കാർക്ക് എന്താ, നാട്ടുകാർക്ക് എന്താ തോന്നുക? ഭയങ്കര വോളിയം ഉണ്ടല്ലോ, ആൾക്കാർ വാങ്ങുന്നുണ്ടല്ലോ.
നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ നാട്ടിൽ ഒരു ഷർട്ടിൻ്റെ അല്ലെങ്കിൽ ഷൂവിൻ്റെ ഒരു എന്താണ് ഒരു ഷോറൂം ഇപ്പോൾ ഓപ്പണായി, 1 രൂപയ്ക്ക് ഒരു ഷൂ എന്ന് പറഞ്ഞൊരു ഷോറൂം ഓപ്പണായി, അടിയുണ്ടായത് ഓർക്കുന്നുണ്ടോ? പോലീസ് ആരെ കൊണ്ട് അടപ്പിച്ചില്ലേ? സർക്കുലർ ട്രേഡിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലുള്ള ചില ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത ആദ്യത്തെ 10 ദിവസം അവരുടെ മുമ്പിൽ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഷോപ്പുകൾ കണ്ടിട്ടുണ്ടോ? അതായത് ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്താൽ അന്ന് ഒരു 10-15 കാർ അതിന് മുമ്പിൽ പാർക്ക് ചെയ്യുന്നുണ്ടാവും, നിറയെ ആൾക്കാരുണ്ടാവും. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ 10 ദിവസം വരെ നിറയെ ആൾക്കാരായിരിക്കും. അതിനുശേഷം എന്താ സംഭവിക്കണേ? ആരും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ആൾക്കാരെ കൊണ്ട് തന്നെ വാങ്ങാൻ പറയുന്നു, ഡമ്മി ബില്ല് അടിച്ചു കൊടുക്കും. നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ എന്താ ആൾക്കാർ ക്യാഷിലൊക്കെ ക്യൂ നിൽക്കുകയാണ്, ഇടിച്ചു നിന്നിട്ടാണ് ബില്ലടിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇത് ഭയങ്കര സംഭവമാണ്, ഇവിടെ നമ്മളിങ്ങനെ വാങ്ങും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സർക്കുലർ ട്രേഡിംഗ് ആണ്. ഡമ്മി ബില്ലടിച്ച് അവർക്ക് കൊടുക്കും, വീട്ടിൽ പോയിട്ട് ഈ സാധനം അവർ തന്നെ വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഇവിടെ തന്നെ കൊണ്ടു വയ്ക്കും. പിറ്റേ ദിവസം ഇവരെന്നെ വീണ്ടും വന്ന് വാങ്ങും, ചായയൊക്കെ കുടിക്കും, 10 മിനിറ്റ് ഇരിക്കും. ഈ സാധനങ്ങൾ കുറേ ഷർട്ടും പാൻറ്റൊക്കെ പെറുക്കിയിട്ട് ബാഗിലാക്കും, അത് ബില്ലടിക്കും. നമ്മളിരിക്കും 10,500 15,000 ബില്ല് എന്നൊക്കെ കാണിക്കും. ആ ബില്ല് കൊടുക്കുന്ന പോലെ കാണിക്കും. ഈ സാധനം ഉണ്ടായാലും വീട്ടിൽ പോവും. ഇതൊക്കെ കറക്റ്റാണ്. വീട്ടിൽ പോയിട്ട് ഈ സാധനം വൈകുന്നേരത്തെ ഈ കടക്കാരൻ തന്നെ വാങ്ങിക്കൊണ്ട് ഇവിടെ തന്നെ വയ്ക്കും. ഇത് സർക്കുലർ ട്രേഡിംഗ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ഫേക്കായിട്ട് ട്രേഡിംഗ് പോലും. സാധാരണ നമ്മുടെ നാട്ടിൽ ഹോട്ടലുകൾ തുടങ്ങിയപ്പോൾ എന്തുണ്ടായിരുന്നത്? ഞാൻ പോയി പാരമൗണ്ട് ഹോട്ടൽ തുടങ്ങി അന്ന് ഞാൻ പോയി. അവിടെ അവരുടെ ആൾക്കാർ മാത്രമാണ്, കുടുംബക്കാർ മാത്രം എല്ലാ ടേബിളും സെറ്റായിരിക്കുന്നത്. ചായയും കുടിച്ചിരിക്കുകയാണ്, എപ്പോൾ നോക്കിയാലും ഫുള്ളാണ്. ഞാൻ പറയും ഈ വാണിയംകുളത്തുള്ളൊരു ഹോട്ടലിനെ കുറിച്ചാണ് പറയണത്. സംഗതി നല്ല ഹോട്ടലാണ്, നന്നായിട്ട് ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസ് നമ്മൾ വി ഡു ലോട്ട് ഓഫ് മാജിക്സ്. അതാണ് സർക്കുലർ ട്രേഡിംഗ്. സർക്കുലർ ട്രേഡിംഗ് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പരസ്പരം ട്രേഡ് ചെയ്യുന്നു, അതുവഴി അവർ ആർട്ടിഫിഷ്യൽ വോളിയം പ്രൈസ് മൂവ്മെൻറ്റും ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് സർക്കുലർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് റിപ്പീറ്റഡ്ലി ബൈ ആൻഡ് സെൽസ് എമംഗ് ദംസെൽസ്, അവർ പരസ്പരം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുകയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് എങ്കിൽ ഇതുവഴി ഒരു ഫേക്ക് മാർക്കറ്റ് ആക്ടിവിറ്റി ഉണ്ടാകുന്നു. അതുവഴി സാധാരണക്കാരൻ ആ സെക്യൂരിറ്റി വാങ്ങാൻ പ്രേരിതരാകുന്നു. ഇതിനെ എന്ത് പറയാം? സർക്കുലർ ട്രേഡിംഗ് എന്ന് പറയാം. ഫ്രോഡുലന്റ് ഇൻഡ്യൂസ്മെൻറ്റ് ഓഫ് ബ്രോക്കറേജിനെ വെച്ചിട്ട് നമ്മൾ ആൾക്കാർ എൻകറേജിങ് ട്രേഡിംഗ് ഓൺലി ടു ഇൻക്രീസ് ബ്രോക്കറേജ് ആൻഡ് ഏൺ കമ്മീഷൻ. ഒരു ട്രേഡർ, ഒരു ബ്രോക്കർ അയാളുടെ കമ്മീഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ബുൾസ് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് കമ്പനിയുണ്ട്, ഷേർഖാൻ എന്ന് പറയുന്ന ട്രേഡിംഗ് കമ്പനിയുണ്ട്. ഇവരൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അവിടെ ട്രേഡ് ചെയ്യാൻ പോയിരിക്കുന്ന ഡീലർ എന്ന് പറഞ്ഞ ജോലിക്കാരനോട് പറയുന്നത്, നിങ്ങൾ ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിൽ എത്ര വേണമെങ്കിൽ ട്രേഡ് ചെയ്തോ, നമുക്ക് ബ്രോക്കറേജ് വേണം. അയാൾക്ക് ലാഭം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിനെന്താണ്? ഫ്രോഡുലൻ്റ് ആണ്. അതായത് ഞാനൊരു കമ്പനിയുടെ ഡീലറാണ്. ഡീലർ എന്ന് പറഞ്ഞാലാണ് കസ്റ്റമേഴ്സിന് വേണ്ടി ട്രേഡിംഗ് നടത്തി കൊടുക്കേണ്ട ആളാണ്. എന്നോട് പറയുകയാണ് താൻ ഒരു ദിവസം 10,000 രൂപ ബ്രോക്കറേജ് തൻ്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക? കസ്റ്റമറുടെ അനുവാദം ഇല്ലെങ്കിലും അയാളുടെ അക്കൗണ്ട് ചുമ്മാ ട്രേഡ് ചെയ്യും. എനിക്ക് ബ്രോക്കറേജ് വർദ്ധിക്കും, എൻ്റെ ജോലി എനിക്ക് വേണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഇതെന്താണ്? ഫ്രോഡുലൻ്റ് ആണ്. ഈ കസ്റ്റമറുടെ അക്കൗണ്ടിൽ ലോസ് ഉണ്ടായാലോ, നഷ്ടം ഉണ്ടായാലോ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ കമ്പനി പറയും ഞാൻ ചെയ്ത് ഫ്രോഡാണ്, കമ്പനി എൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ ഇറ്റ്സ് ആൾവേസ് ലൈക്ക് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബ്രോക്കറേജ് കൂട്ടുന്നതിന് വേണ്ടി, കമ്മീഷൻ കിട്ടുന്നതിന് വേണ്ടി ട്രേഡിംഗ് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫ്രോഡുലൻ്റ് എന്ന് പറയാം. ഫാൾസിഫിക്കേഷൻ ഓഫ് റെക്കോർഡുകൾ ഫാൾസിഫൈ ചെയ്യുന്നത്, അതായത് കോൺട്രാക്ട് നോട്ട് ബാക്ക് ഡേറ്റ് ചെയ്യുന്നത്, ക്ലയൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസിഫൈ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ റെക്കോർഡ് ആൾട്ടർ ചെയ്യുന്നതൊക്കെ എന്താണ്? ഫ്രോഡാണ്. അതായത് ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ അയാളുടെ കോൺട്രാക്ട് നോട്ട് ഇന്നത്തെ കോൺട്രാക്ട് നോട്ടായിട്ട് കൊടുക്കുക. ക്ലയൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ 100 ഇൻഫോസിസേ ഉള്ളൂ, അത് ഒരു പൂജ അപ്പുറത്ത് ചേർത്ത് 1000 ഇൻഫോസിസ് ആക്കി മാറ്റുക. ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡുകളുണ്ട്, ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ആൾട്ടർ ചെയ്തിട്ട് ഇന്ന ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രാൻസാക്ഷൻ ചെയ്തു എന്ന് തോന്നിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? ഫ്രോഡാണ്. ട്രേഡിംഗ് ബേസ്ഡ് ഓൺ നോൺ പബ്ലിക് ഇൻഫർമേഷൻ, നോൺ പബ്ലിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അൺപബ്ലിഷ്ഡ് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുന്നത് അതെന്താണ്? അത് ഫ്രോഡാണ്. ദെൻ പ്ലാന്റിങ് ഫേക്ക് ഫാൾസ് ന്യൂസ്. ഈ നിങ്ങൾ ആ ഷെയറിൻ്റെ പ്രൈസിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ ന്യൂസുകൾ പ്ലാൻ ചെയ്യുക. അത് റിലയൻസ് നമ്മുടെ ജോയ് ആലുക്കാസിനെ വാങ്ങാൻ പോവുകയാണ്. ഇതൊരു നല്ലൊരാളാണ് പറയണമെങ്കിൽ നമ്മൾ വിശ്വസിച്ച് പോയില്ലേ? ചുമ്മാ നിർമ്മലാ സീതാരാമൻ വർത്തമാനം പറഞ്ഞ സമയത്ത് പറയുകയാണ്, ഐ ഹേർഡ് ദാറ്റ് ആക്ച്വലി ജോയ് ആലുക്കാസ് ഈസ് ബീങ് ബോട്ട് ബൈ ലൈക്ക് റിലയൻസ്. മതി, നമുക്ക് ഇനഫാണ്. നമ്മൾ പിറ്റേ ദിവസം ആളുപോയിട്ട് ജോയ് ആലുക്കാസിന് അല്ലെങ്കിൽ റിലയൻസിന് ഷെയർ വാങ്ങിക്കൊണ്ടേയിരിക്കും. വാങ്ങൂലേ? നമ്മൾ കുറേ കഥകളുണ്ടാക്കും. ഇതൊരു ഫാൾസ് ന്യൂസാണ്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നെതന്യാഹു മരിച്ചു, നെതന്യാഹുവിൻ്റെ കയ്യിൽ 6 വിരലുണ്ട്. മറ്റേ പുതിയ ഖമനയുടെ ഒരു കാല് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്. ദുബായിൽ ഈ ഡ്രോൺ ആക്രമണം ഉണ്ടായ സമയത്ത് അതിൻ്റെ വീഡിയോകൾ എടുത്തിട്ട് AI ഉപയോഗിച്ച് കുറച്ചുകൂടി ചന്തൊക്കെ ഉണ്ടാക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്ത് പോസ്റ്റ് ചെയ്ത 36ഓളം ആൾക്കാരെ ജയിലിലടച്ചു. അവർക്ക് 1 കൊല്ലം പിഴയും 1 ലക്ഷം ദിർഹം പെനാൽറ്റിയും കിട്ടും. 1 വർഷം തടവും 1 ലക്ഷം ദിർഹം പെനാൽറ്റിയും കിട്ടും. അതിൽ 19 പേര് ഇന്ത്യക്കാരാണ്, മെജോറിറ്റി മലയാളികളാണ്. ഒരു ആവശ്യമില്ല.
അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ചില സമയത്ത് നോൺ പബ്ലിക്കായിട്ട് ഫാൾസ് ന്യൂസ് പ്ലാൻ ചെയ്യലാണ്. ഫാൾസ് ന്യൂസ് പ്ലാൻ ചെയ്തിട്ട് ഏതെങ്കിലും സെക്യൂരിറ്റിയുടെ പ്രൈസിന് മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. മിസ്സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് മിസ്സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടി വിൽക്കുക, നുണ പറഞ്ഞ് വിൽക്കുക. മേക്കിംഗ് ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞ് വിൽക്കുക. മെറ്റീരിയൽ ഫാക്റ്റുകൾ പറയാതെ വിൽക്കുക. റിസ്കുകൾ ഒളിപ്പിച്ച് വെച്ച് വിൽക്കുക. സ്യൂട്ടബിലിറ്റി, അയാൾക്ക് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു സെക്യൂരിറ്റി അയാൾക്ക് വിൽക്കുക. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മിസ്സെല്ലിംഗ് ആയിട്ട് കണക്കാക്കാം. ഉദാഹരണം, ഹൈ റിസ്ക് ഡെറിവേറ്റീവ്സ് ടു എ റീറ്റെയിൽ ഇൻവെസ്റ്റർ വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ദ റിസ്ക്. ഒരാൾ 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ വരികയാണ്. അയാൾ പറയുകയാണ് എനിക്കൊരു 10 റിലയൻസിൻ്റെ ഷെയർ വേണം. ഞാൻ അയാളെ പിടിച്ചിട്ട് പറയും, സാർ എന്തേ പറയണം, 10,000 രൂപയ്ക്ക് 10 റിലയൻസിൻ്റെ ഷെയർ ഒന്നല്ല കിട്ടും, 250 കിട്ടും, സാറിന് വേണോ, ഞാൻ വാങ്ങിത്തരാം. അപ്പോൾ അങ്ങനെ കിട്ടുമോ? അത് കിട്ടാൻ വഴിയില്ലോ, അതൊക്കെ ഞാൻ അറേഞ്ച് തരാം സാറേ, സാറ് പറ, ഞാൻ ചെയ്തു തരാം. ഞാൻ എന്ത് ചെയ്യുന്നു, 250 ഷെയറിൻ്റെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട് അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. അയാൾ കാണുമ്പോൾ എന്താ കാണുക, 250 റിലയൻസ് എന്നല്ലേ. പക്ഷേ 250 റിലയൻസ് ആണ് അയാൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ല, അതിൻ്റെ ഒരു അവകാശം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ എന്താ പ്രശ്നം വരുന്നത്, ഈ സാധനത്തിൻ്റെ വില ഇങ്ങോട്ട് കുറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ അയാൾക്ക് ഒരു ഷെയർ, ഒരു ഉറുപ്പ് പോലും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ റിസ്കുകൾ പറയാതെ ഒരു സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്ററെ കൊണ്ട് ഡെറിവേറ്റീവിൽ ട്രേഡ് ചെയ്യുന്നത് ഫ്രോഡ്ലൻ്റ് ആണ്. ദെൻ ഇല്ലീഗൽ മൊബിലൈസേഷൻ ഓഫ് ഫണ്ട്, റണ്ണിങ് അൺഓതറൈസ്ഡ് കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം. നിങ്ങൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞങ്ങളുടെ വഴി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 50% ലാഭം തരാമെന്നൊക്കെ പറയുന്ന പറ്റിക്കൽ സ്കീം നടത്തുന്നതൊക്കെ ഫ്രോഡ്ലൻ്റ് ആണ് കേട്ടോ. ചില എക്സാമ്പിൾസ് നോക്കാം. സുരേഷ് XYZ എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അയാൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു. അതുവഴി എന്തുണ്ടായി, കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് വർദ്ധിച്ചു. ഇത് സെക്ഷൻ 12A വയലേഷനാണ്. റെഗുലേഷൻ 3 ആൻഡ് റെഗുലേഷൻ 4 ഓഫ് PFUTP റെഗുലേഷൻ്റെയും വയലേഷനായിട്ട് കണക്കാക്കും കേട്ടോ. അത് വയലേഷനാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അതുവഴി ഒരു റോസി പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. റോസി പിക്ചർ കണ്ടിട്ട് ആൾക്കാർ നിങ്ങളുടെ ഷെയർ വാങ്ങുന്നു, നിങ്ങളുടെ ഷെയറിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുന്നു. അതെന്താണ്, അത് തെറ്റാണ്. ദെൻ അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 2, മിസ്ലീഡിംഗ് IPO അഡ്വർടൈസ്മെൻറ്റ്. കമ്പനിയുടെ പേര് VCL എന്നാണ്. ഇവരെന്ത് ചെയ്തു, ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫർ നടത്തുന്ന സമയത്ത് തെറ്റായ ചില അഡ്വർടൈസ്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്തു. ഇതുവഴി അവരെന്ത് ചെയ്തു, ഫേക്കായിട്ട് മാർക്കറ്റിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും അവർ IPO സക്സസ്ഫുൾ ആക്കുകയും ചെയ്തു. ഇത് റെഗുലേഷൻ 456 PFUTP റെഗുലേഷൻ്റെ വയലേഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ ബൈ സെബി, പവർ ടു ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ റെഗുലേഷൻ 5. റെഗുലേഷൻ 5 എന്താ പറയുന്നത്, സെബി may order investigation if transactions are detrimental to investors or any person intermediary has violated regulation. ഈ PFUTP റെഗുലേഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ഡെട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് സെബിക്ക് തോന്നുകയാണെങ്കിലോ സെബി എന്ത് ചെയ്തേക്കാം, സെബി ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തേക്കാം. സെബി അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, സെക്ഷൻ 11C പ്രകാരം, സെബി ആക്ട് പ്രകാരം അവരൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. സെക്ഷൻ 11C പ്രകാരം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അതോറിറ്റികൾ എന്തൊക്കെയാണ്, ഏതിലാണ് പറയുന്നത്, റെഗുലേഷൻ 6 ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അതോറിറ്റികളെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ധാരാളം അധികാരങ്ങളുണ്ട്. ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ കോൾ ഇൻഫർമേഷൻ ഫ്രം എനി പേഴ്സൺ, ഏത് വ്യക്തികളിൽ നിന്നും ഇൻഫർമേഷൻ ചോദിക്കാവുന്നതാണ്. ദെൻ ദേ ക്യാൻ ഇൻസ്പെക്ട് ഡോക്യുമെൻറ്റ്സ്, അവർക്ക് എന്ത് ചെയ്യാം, ആവശ്യമായ പുസ്തകങ്ങൾ, രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സ്, കമ്പനികളുടെ പുസ്തകങ്ങൾ, രജിസ്റ്റേഴ്സ്, റെക്കോർഡ്സുകൾ അവർക്ക് എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാനും അധികാരമുണ്ട്. അവർ അത് ആയിക്കോട്ടെ, കമ്പനികളാകട്ടെ, ഇൻ്റർമീഡിയറ്റുകളാകട്ടെ, ഏത് വ്യക്തികളാകട്ടെ, ഇവരുടെ പുസ്തകങ്ങൾ അവർക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ അധികാരമുണ്ട്. 3, റിക്വയർ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് തോന്നുകയാണ് ഇൻ്റർമീഡിയറ്റുകളിൽ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പേഴ്സൺസിൽ നിന്നോ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് അവർക്ക് ആവശ്യമാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്താനെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുവരാൻ അവരുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറയാനും അധികാരം ആർക്കുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്കുണ്ട്. ദെൻ കസ്റ്റഡി ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇനി അങ്ങനെ കളക്ട് ചെയ്ത ഡോക്യുമെൻറ്റ്സ്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയുടെ കയ്യിൽ വരുന്നത്, അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ് 6 മാസം വരെ അവരുടെ കയ്യിൽ സൂക്ഷിക്കാം. ദെൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, ഈ അതോറിറ്റി എന്ത് ചെയ്യണം, ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് പിടിച്ചെടുക്കുന്നത് അവർക്ക് സർട്ടിഫൈഡ് കോപ്പി കൊടുക്കേണ്ടതാണ്. ഈ സർട്ടിഫൈഡ് കോപ്പി വാങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെന്ത് പിടിച്ചെടുക്കുക, ആസ് എ കമ്പനി സെക്രട്ടറി യു ഷുഡ് ബി വെരി കെയർഫുൾ. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ആരെന്ത് പിടിച്ചെടുക്കുകയാണെങ്കിലും അയാളോട് നിങ്ങൾക്ക് എന്ത് റിക്വസ്റ്റ് ചെയ്യാം, യു ക്യാൻ റിക്വസ്റ്റ് ഫോർ എ സർട്ടിഫൈഡ് കോപ്പി. എന്തിനു വേണ്ടിയിട്ടാണ്, അതിലുള്ള കാര്യങ്ങൾ അത്രമാത്രമേ ഉള്ളൂ എന്ന് നാളെ ആരോടെങ്കിലും പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി വേണ്ടി വരും. കാരണം നാളെ ഇയാൾ അത് കൊണ്ടുപോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്താലോ,
അപകടമാണ്. അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി ചോദിക്കാം. മാക്സിമം ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ഒരു ഡോക്യുമെൻ്റ് പിടിച്ചെടുത്താൽ നിങ്ങൾ 6 മാസമാണ് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റുക. 6 മാസം കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമായ മാർക്കിംഗ് നടത്തി ആ പുസ്തകം നമ്മളെ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ഓക്കെ. ദെൻ ആവശ്യമായ ഘട്ടങ്ങളിൽ എന്താണ് അവർക്ക് ആൾക്കാരെ ഇൻസ്പെക്ട് എന്താണ് എക്സാമിൻ ചെയ്യാനും അധികാരമുണ്ട്. അവരുടെ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞ വിറ്റ്നസ് ആയിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യിപ്പിക്കാം. അവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യാം. അതിനെ എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ അധികാരം ആർക്കുണ്ട്? ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി ഉണ്ട്. അതിൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്ടർ ആകാം, പാർട്ട്ണർ ആകാം, എംപ്ലോയി ആകാം, അല്ലെങ്കിൽ എംപ്ലോയി ഓഫ് സച്ച് പേഴ്സൺ ആകാം. ഇവരൊക്കെ നമുക്ക് വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് ഇൻഫർമേഷൻ ചോദിക്കാൻ അധികാരമുണ്ട്. എക്സാമിനേഷൻ ഓൺ ഓത്ത് നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിന്, എംപ്ലോയീസിന്, ഓഫീസേഴ്സിന് അവരുടെ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടി പറയാനുള്ള അധികാരം അധികാരം ആർക്കുണ്ട്? ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്കുണ്ട്. ദേ ക്യാൻ കോൾ റെക്കോർഡ്സ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതോറിറ്റീസ്. ഇനി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കൊരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡിയിൽ നിന്ന് ഏതെങ്കിലും ട്രാൻസാക്ഷൻ റെക്കോർഡുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് അങ്ങനെ റെക്കോർഡുകൾ അങ്ങനത്തെ ബാങ്കിനോടോ അല്ലെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റിയോടോ ചോദിക്കാൻ അധികാരവും ആർക്കുണ്ട്? ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്കുണ്ട്. ദെൻ റിട്ടൻഷൻ ഓഫ് സീസ്ഡ് ഡോക്യുമെൻറ്റ്സ്. ഏതെങ്കിലും സീസ്ഡ് ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ സീസ്ഡ് ഡോക്യുമെൻറ്റ്സ് അവർക്ക് റിട്ടേൺ ചെയ്യാം. എത്ര കാലം റിട്ടേൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്? 6 മാസമാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുക. 6 മാസം കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. സെർച്ച് ആൻഡ് സീഷർ ക്യാൻ അപ്രോച്ച് കോർട്ട് ടു സീസ് ഡോക്യുമെൻറ്റ്. ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അയാൾ അത് തരുന്നില്ല, അല്ലെങ്കിൽ അത് ടാമ്പർ ചെയ്യാനോ ഡിസ്ട്രക്ട് ചെയ്യാനോ സാധ്യതയുണ്ടെങ്കിൽ കോടതിയെ അപ്രോച്ച് ചെയ്തിട്ട് അതിനെ പിടിച്ചെടുക്കാനുള്ള സെർച്ച് ആൻഡ് സീഷർ റിപ്പോർട്ട് സെർച്ച് ചെയ്യാൻ അയാളുടെ പ്രമൈസസ് സെർച്ച് ചെയ്തിട്ട് ആ ഡോക്യുമെൻ്റ് പിടിച്ചെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്കുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഈ ഡോക്യുമെൻ്റ് കയ്യിൽ സൂക്ഷിക്കുന്നതിനും അതിനുശേഷം അത് കൺസേൺഡ് പേഴ്സൺ റിട്ടേൺ ചെയ്യാനും ആർക്ക് ഉത്തരവാദിത്തമുണ്ട്? ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇനി ഈ സെർച്ച് ആൻഡ് സീസർ ചെയ്യുന്ന സമയത്ത് ഒരാളുടെ പ്രിമൈസസിൽ കടന്നു കയറുന്ന സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന് CRPCയുടെ എല്ലാ പ്രൊവിഷൻസും കറക്റ്റായിട്ട് കംപ്ലൈ ചെയ്തിരിക്കണം. CRPCയുടെ എല്ലാ പ്രൊവിഷൻസും അവർ കംപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള റൈറ്റുകളുമുണ്ട്. എവിടെ വേണമെങ്കിൽ കടന്നു ചെല്ലാനും, ആരോട് നിന്ന് എവിഡൻസ് എടുക്കുന്നതിനും, ആരോട് വേണമെങ്കിൽ റെക്കോർഡുകൾ ഓത്തെടുക്കുന്നതിനും, അത് പുസ്തകങ്ങൾ പിടിച്ചെടുക്കുന്നതിനും, പുസ്തകം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് കോടതിയുടെ അനുവാദത്തോടു കൂടി പോലീസിൻ്റെ സപ്പോർട്ടോട് പിടിച്ചെടുക്കാനും, അത് 6 മാസം വരെ കയ്യിൽ സൂക്ഷിക്കാനും, അതിലാവശ്യമായ മാർക്കുകൾ രേഖപ്പെടുത്താനും, അത് ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയുടെ അധികാരമായിട്ട് സെക്ഷൻ ലെവലിൽ പറയുന്നുണ്ട്. ദെൻ ഡ്യൂട്ടി ടു കോപ്പറേറ്റ് റെഗുലേഷൻ 8 പറയാണ് എവറി പേഴ്സൺ മസ്റ്റ്. ആരോടാണോ ഈ ഡോക്യുമെൻറ്റുകൾ ചോദിക്കുന്നത് ദേ ഷുഡ് പ്രൊവൈഡ് ഡോക്യുമെൻറ്റ്സ്, പ്രൊഡ്യൂസ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബുക്സ് ഓഫ് റെക്കോർഡ്സ് ഒരാളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ അവർ ഉത്തരവാദികളാണ്. ദെൻ എല്ലാ റിലവൻറ്റ് റെക്കോർഡുകളും മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കാൻ ഉത്തരവാദികളാണ്. ഹരിയോട് വന്നിട്ട് ഒരു പുസ്തകം ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് സാറേ ബുക്കില്ല സാറേ, കളഞ്ഞു പോയി സാറേ എന്ന് പറഞ്ഞാൽ താൻ രക്ഷപ്പെടുമോ? ഇല്ല. അപ്പോൾ 2 വയലേഷനായി. ഒന്ന് പുസ്തകം കൊടുത്തില്ല എന്നും 2 ആ പുസ്തകം സൂക്ഷിച്ചില്ല എന്നുള്ള വയലേഷൻ വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാ പുസ്തകങ്ങളും സൂക്ഷിക്കാൻ ആര് ഉത്തരവാദികളാണ്? മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, എംപ്ലോയീസ് ബാധ്യസ്ഥരാണ്. പ്രൊവൈഡ് ആക്സസ് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണ്? അലോ എൻട്രി ടു പ്രൊമൈസസ്. ഇനി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നിങ്ങളുടെ പ്രൊമൈസസ് വന്നാൽ വാതിലടച്ച് ലോക്ക് ചെയ്ത് മിണ്ടാണ്ടിരിക്കാനും പറ്റത്തില്ല. നിങ്ങളെന്ത് ചെയ്യണം? അയാൾക്ക് പ്രൊമൈസസിൽ എൻട്രി കൊടുക്കണം, അയാളെ പ്രൊമൈസസിൽ കടക്കാൻ സമ്മതിക്കണം. അതിന് പ്രൂഫ് ഉണ്ടാവും, അയാളുടെ കയ്യിൽ വാറണ്ടോ മറ്റൊക്കെ ഉണ്ടാവും. ദെൻ പ്രൊവൈഡ് ആക്സസ് ടു റെക്കോർഡ്സുകൾ അയാൾക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ അയാളെ അനുവദിക്കണം. അയാൾക്ക് പ്രിൻ്റ് ഔട്ടുകൾ ആവശ്യമാണെങ്കിൽ കൊടുക്കണം. ഒരിക്കലും അയാളോട് ദ്രോഹിയെ പോലെ പെരുമാറരുത്, ഒരു ശത്രുവിനെ പോലെ പെരുമാറരുത്. അത് നിങ്ങൾക്ക് അപകടമേ ഉണ്ടാക്കുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളുടെ കമ്പനിയിൽ നടക്കുകയാണെങ്കിൽ അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി നിൽക്കുക. അയാൾ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ അയാൾ ചോദിക്കുന്ന ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ മിണ്ടാണ്ട് പോകും. അതേസമയം നിങ്ങൾ വെറുതെ കിർക്കിരി ഉണ്ടാക്കുക, സാറ് വേണമെങ്കിൽ എടുത്തോ സാറേ, തെരഞ്ഞോ സാറേ, കണ്ടുപിടിച്ചോ സാറേ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ബാക്കിയൊക്കെ നമ്മളെ കാണണമെങ്കിൽ കോടതിയിലേക്ക് വരേണ്ടി വരും. ബി കെയർഫുൾ, ഹാൻഡിൽ വിത്ത് കെയർ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റികളൊക്കെ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഒരു മാന്യന്മാരായിട്ടൊന്നല്ല അവർ വരുന്നത്, അവർ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങളോടൊരു ഗ്രഡ്ജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആരൊക്കെ ഉണ്ടാവും? ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് ഉണ്ടാവും. അപ്പം നിങ്ങളതിനെ പോസിറ്റീവാക്കി മാറ്റിയാലോ അതിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ അവോയ്ഡ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ നിൽക്കണമെങ്കിലോ എന്താ സാറേ, എന്താ വേണ്ടേ? ചായ ഇവിടെ കിട്ടില്ല സാറേ, വേണമെങ്കിൽ പുറത്ത് കൊടുക്കണം സാറേ, വാഷ്റൂം ഇത് പറ്റില്ല സാറേ, ഇത് ഞങ്ങൾ പുറത്തോട്ട് സാറേ. അതോട് ആരും തീരുമാനിക്കുക, പകരം നിനക്ക് എന്തെങ്കിലും ഒരു പടി തന്നിട്ടേ ഞാൻ പോവുള്ളൂ അല്ലേ? ബി കെയർഫുൾ. വരുന്ന സമയത്ത് തന്നെ അയാൾ സംസാരിക്കുക, സാർ കോഫി ആണോ ടീ ആണോ സാർ? അതൊന്നും വേണ്ട, ഞാൻ ഇൻവെസ്റ്റിഗേഷൻ അല്ല സാർ, സാറ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ, ഒരു കോഫി ഒരു ടീ വേണമെങ്കിൽ ഞാൻ തരാം, അത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
അപ്പോൾ ശരി കുറച്ച് കഴിഞ്ഞാൽ ഒരു കാപ്പി കിട്ടുമോ ചോദിക്കുകയല്ലേ. സോ യു ക്രിയേറ്റഡ് എ റിലേഷൻഷിപ്പ്. അതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. സോ ബി കെയർഫുൾ വൈൽ ഹാൻഡ്ലിങ് പീപ്പിൾ. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് മനുഷ്യനാണ്. ഏറ്റവും ഡേഞ്ചറസ് ആണ് മനുഷ്യനെ എത്ര പെട്ടെന്ന് അറിയാം അവൻ്റെ മൂഡുകൾ സ്വിങ് ചെയ്യാം. വളരെ പെട്ടെന്ന് മൂഡ് സ്വിങ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം വരാം, സ്നേഹം വരാം, സന്തോഷം വരാം, വെറുപ്പ് വരൊക്കെ വളരെ പെട്ടെന്നാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനാണ്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ ഈ ചങ്ങാതി വന്നാൽ ചോദിക്കുന്നത് ആരാ കമ്പനി സെക്രട്ടറി ഞാൻ ചോദിക്കാം. ഇനി അഥവാ നിങ്ങളുടെ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിൽ ഈ CJ റോയ് പോലൊന്നും ആവില്ല. അവരെന്താ ചെയ്യുക, അവരൊക്കെ പറയും സാർ ഞാൻ എക്സിറ്റ് ചെയ്യാണ്, ഞാൻ പോവാണ്, മൈ ഓഫീസേഴ്സ് ആർ ദാറ്റ് ആൻഡ് മിസ്റ്റർ കമ്പനി സെക്രട്ടറീസ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. പെട്ടു. പിന്നെ രാത്രി വീട്ടിൽ പോകാണ്ട് നമ്മളിരിക്കണം അവിടെ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നത് വരെ. അപ്പോൾ ബി കെയർഫുൾ വൈൽ ഹാൻഡ്ലിങ് പീപ്പിൾ. സോ അവരുടെ പ്രമൈസസ് എൻ്റർ ചെയ്യാൻ യാതൊരു പ്രശ്നം ഉണ്ടാക്കരുത്. 2, അവർക്ക് ആവശ്യമായ റെക്കോർഡുകൾ ആക്സസ് ചെയ്യാൻ സമ്മതിക്കുക. 3, അവർ ചോദിക്കുകയാണ് പ്രിൻ്റ് ഔട്ട് എങ്കിൽ കൊടുക്കുക. ദെൻ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുക? സെബിക്കാണ് കൊടുക്കുന്നത്. സെബിക്കാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ റെഗുലേഷൻ 9 പ്രകാരം സെബിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ആൻഡ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സെബി പറയുകയാണെങ്കിൽ ഇൻട്രീം റിപ്പോർട്ടും കൊടുക്കാവുന്നതാണ്. സഹാറ കേസിൽ സെബി ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തു, ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫ്രോഡിൻ്റെ 2 കമ്പനികളിലാണ് ഫ്രോഡ് ചെയ്തിട്ടുള്ളത്. വലിയ 2 കമ്പനികളാണ്, അൺലിസ്റ്റഡ് കമ്പനികളായിരുന്നു. ഈ സഹാറയുടെ ഈ 2 കമ്പനികളിൽ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനിടയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരണമെങ്കിൽ ചിലപ്പോൾ 2-3 കൊല്ലം എടുക്കും. ഈ സെബി വാണ്ട് ടു അപ്ഡേറ്റ് ആക്ച്വലി ദ അതോറിറ്റി ഗവൺമെൻറ് ദാറ്റ് ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് അപ്ഡേഷൻസ് അവർക്ക് ആവശ്യമുണ്ട്. അവർ ഗവൺമെൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ സിറ്റുവേഷൻ അവരെന്താ ചെയ്യുക? അവർ ഇൻ്ററിം റിപ്പോർട്ട് ചോദിക്കും. എന്ത് ചോദിക്കും? ഇൻ്ററിം റിപ്പോർട്ട് ചോദിക്കും, ഇടക്കാല റിപ്പോർട്ടുകൾ ചോദിക്കും. അപ്പോൾ ഇൻ്ററിം റിപ്പോർട്ട് കൊടുക്കാനും ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിക്ക് അധികാരമുണ്ട്. ദ എൻഫോഴ്സ്മെൻറ്റ് ബൈ സെബി റെഗുലേഷൻ 10 ആൻഡ് റെഗുലേഷൻ 11 എന്താ പറയുന്നത്? സെബി മേ ടേക്ക് ആക്ഷൻ ആഫ്റ്റർ ഹിയറിംഗ് ദ കൺസേൺ പേഴ്സണ് അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം സെബി എന്ത് ചെയ്യും? ആക്ഷൻസ് എടുക്കും. ദെൻ ഓർ ഈവൻ വിത്തൗട്ട് പ്രീ ഹിയറിംഗ്. ഇനി അർജൻറ്റ് കേസിലാണെങ്കിൽ ഹിയറിംഗ് ഇല്ലാതെ തന്നെ തീരുമാനമെടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? സെബിക്ക് അധികാരമുണ്ട്. സാധാരണ സെബി തീരുമാനമെടുക്കുന്നത് എന്താണ്? ഹിയറിംഗ് കൊടുത്തിട്ടായിരിക്കും. എന്നാൽ എല്ലാ സമയത്തും ഹിയറിംഗ് കൊടുത്തിട്ട് മാത്രമേ സെബി തീരുമാനമെടുക്കുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ചില അർജൻറ്റ് കേസുകളാണ്, പെട്ടെന്ന് തീരുമാനമെടുക്കണം, സ്റ്റോപ്പ് ചെയ്യണം. ആ ആക്ടിവിറ്റി സ്റ്റോപ്പ്. ഒരാൾ അൺഫെയർ ട്രേഡിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ അൺഫെയർ ട്രേഡിംഗ് നിർത്തണമെങ്കിൽ അയാൾക്കൊരു പറയാനുള്ള അവസരം കൊടുക്കണം. ആ അവസരം കേട്ടതിന് ശേഷമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ ഈ മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ ചിലപ്പോൾ അർജൻറ്റ് ബേസിസിൽ വിത്തൗട്ട് ഹിയറിംഗ് ആൾസോ സെബി മേ ടേക്ക് ആക്ഷൻസ്. എന്തൊക്കെ ആക്ഷൻസ് ആണ് സെബി എടുക്കുക? സെബി മേ സസ്പെൻഡ് ട്രേഡിംഗ് എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാം. അയാളുടെ ആ സെക്യൂരിറ്റിയുടെ ട്രേഡിംഗ് അല്ലെങ്കിൽ അയാളുടെ ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്തേക്കാം. റെസ്ട്രിക്റ്റ് ആക്സസ് ടു സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ചില വ്യക്തികളെ സെക്യൂരിറ്റി മാർക്കറ്റ് ആക്സസ് ചെയ്യുന്നതിനും റെസ്ട്രിക്റ്റ് ചെയ്യാം. റിമൂവ് ഓഫീസ് ബിയറേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസ് ബിയറേഴ്സിനെ റിമൂവ്. ചിത്ര രാമകൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, ഇവരൊക്കെ എന്താ റിമൂവ് ചെയ്യല്ലേ ചെയ്തേ? ചില സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എംപ്ലോയീസ് അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, ഫ്രോഡുലൻ്റ് വർക്ക് ചെയ്തെങ്കിൽ അവരെ ആ ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? സെബിക്ക് അധികാരമുണ്ട്. ഇമ്പൗണ്ട് പ്രൊസീഡ്സ് ഓഫ് ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ചെയ്ത് ആരൊക്കെയാണോ പണം ഉണ്ടാക്കിയിട്ടുള്ളത് ആ പണം മുഴുവൻ ഇമ്പൗണ്ട് ചെയ്യാൻ, പിടിച്ചെടുക്കാൻ സെബിക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഫ്രീസ് അസറ്റുകൾ ഫ്രീസ് ചെയ്യാനും സെബിക്ക് അധികാരമുണ്ട്. സ്റ്റോപ്പ് ഡിസ്പോസൽ ഓഫ് സെക്യൂരിറ്റികളുടെ ഡിസ്പോസൽ സ്റ്റോപ്പ് ചെയ്യാൻ അധികാരമുണ്ട്. ദെൻ ചില സമയത്ത് ആ സ്റ്റാറ്റസ് കോ സെയിം സ്റ്റാറ്റസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളുടെ ഷെയറുകൾ മാർക്കറ്റിൽ വിൽക്കാൻ പറയാനും സെബിക്ക് അധികാരമുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്യാൻ, സെക്യൂരിറ്റി മാർക്കറ്റ് ആക്സസ് ചെയ്തതെന്നും റെസ്ട്രിക്റ്റ് ചെയ്യാൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓഫീസ് ബിയറേഴ്സിനെ റിമൂവ് ചെയ്യാൻ, ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള പൈസ പിടിച്ചെടുക്കാൻ, അസറ്റുകൾ ഫ്രീസ് ചെയ്യാൻ, സെക്യൂരിറ്റികൾ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും സെക്യൂരിറ്റികൾ മാർക്കറ്റിൽ വിൽക്കാൻ പറയാനൊക്കെ ആർക്ക് അധികാരമുണ്ട്? സെബിക്ക് അധികാരമുണ്ട്. ദെൻ എല്ലാ ഫൈനൽ ഓർഡേഴ്സും എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? സെബിയുടെ വെബ്സൈറ്റിലാണ് കാണാൻ സാധിക്കുക. ഇഫ് യു വാണ്ട് ടു സീ ലൈക്ക് ഏതെങ്കിലും അങ്ങനെ ഓർഡർ ഉണ്ടായിട്ടുണ്ടോ നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ സെബിയുടെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഓർഡർ സമ്മൻസ് അവർ സർവീസ് ചെയ്യുന്നത്? സർവീസ് ഓഫ് സമ്മൻസ് നോട്ടീസ് റെഗുലേഷൻ 11A. സർവീസ് എങ്ങനെ ചെയ്യാം? സമ്മൻസ് നോട്ടീസൊക്കെ പേഴ്സണൽ ഡെലിവറി, ഫാക്സ് അല്ലെങ്കിൽ ഇമെയിൽ, ഇലക്ട്രോണിക് മെസ്സേജിങ്, കൊറിയർ, സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്. ഇതൊക്കെ നമ്മൾ സാധാരണ പഠിച്ച ടേംസാണ്. പ്രത്യേകിച്ച് ഒരു മാറ്റവും. ഒരു സമൻസ് എങ്ങനെ കൊടുക്കാം? സമൻസ് പേഴ്സണലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫാക്സ് ആയിട്ട്, കൊറിയറായിട്ട്, ഇലക്ട്രോണിക് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്പെഷ്യൽ കണ്ടീഷൻസിൽ ഇമെയിൽ മസ്റ്റ് ബി. എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒരു ഇമെയിലാണ് അയക്കുന്നതെങ്കിൽ അത് ഡിജിറ്റലി സൈൻഡ് ആയിരിക്കണം. ദെൻ ബൗൺസ്ഡ് ഇമെയിൽ എന്താണ്? ഇൻവാലിഡ് സർവീസ് ആയിട്ട് കണക്കാക്കും.
Bounced email is not equal to invalid service. If bounced email, if email is bounced, it will not be treated. In case bounced email is not equal to invalid service. Bounced email എന്ന് പറഞ്ഞാൽ അത് ഇൻവാലിഡ് അല്ല, സർവീസ് ചെയ്തതായിട്ട് കണക്കാക്കുള്ളൂ. എന്താ കാരണം വെച്ചാൽ നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡി ആണ് അയക്കുന്നത്, നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡി തെറ്റാണ്. അപ്പോൾ ഒരു ഇമെയിൽ നമ്മൾ അയച്ചു, ആ സമൻസ് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഡെലിവർ ആയി എന്നാണ് അർത്ഥം. നിങ്ങൾ കൊടുത്ത ഇമെയിൽ ഐ ഡി തെറ്റായതുകൊണ്ടാണ് ഞങ്ങളുടെ കുറ്റമല്ല എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ദെൻ ഇഫ് സർവീസ് ഫെയിൽസ്, ഇനി സർവീസ് ചെയ്യാൻ ഇത് അഥവാ ഏതെങ്കിലും തരത്തിൽ നമ്മൾ സർവീസ് ഫെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ നോട്ടീസ് മേ ബി അഫിക്സ്ഡ് ഓൺ പ്രിമൈസസ്. സമൻസ് സർവീസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യാം? അവരുടെ പ്രിമൈസസിൽ അത് അഫിക്സ് ചെയ്യാവുന്നതാണ്. ദെൻ ഇഫ് സ്റ്റിൽ ഫെയിൽസ്, പിന്നെയും പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി അവർ വന്നിട്ടില്ലെങ്കിൽ 2 ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഇംഗ്ലീഷിലായിരിക്കണം, ഒന്ന് റീജിയണൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പറിലായിരിക്കണം. നമുക്കതിന് 2-3 പോയിന്റ് ഒന്നുകൂടി നോക്കാം. കുറച്ച് എലാബറേറ്റ് പോയിന്റ്സ് ആണ്, നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഒരു സമ്മൻസ് കൊടുക്കണം, നോട്ടിഫൈ എങ്ങനെയാണ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്നത് ഒന്നുകിൽ പേഴ്സണലായി ഡെലിവറി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിലുള്ള ഫാക്സ്, ഇലക്ട്രോണിക് മെയിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെസ്സേജിങ് സർവീസ്, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് പോസ്റ്റ്, അല്ലെങ്കിൽ അപ്രൂവ്ഡ് കൊറിയർ വഴിയൊക്കെ കൊടുക്കാവുന്നതാണ്. പക്ഷേ അയാൾ എവിടെ ലാസ്റ്റ് നോൺ അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത്. ലാസ്റ്റ് നോൺ റെസിഡൻഷ്യൽ അഡ്രസ്സ് അല്ലെങ്കിൽ ബിസിനസ് അഡ്രസ്സിലേക്കാണ് ഇത് അയക്കേണ്ടത്. ഇനി സമ്മൻസ് ഫാക്സ് വഴിയാണ് അയക്കുന്നതെങ്കിൽ അതിൽ എന്താണ്? ഇത് ഒരു ഫാക്സ് ആയിട്ട് അയക്കുകയാണ് എന്ന് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം. വേറൊരു സമ്മൻസും അയാൾക്ക് വരില്ല എന്നും മെൻഷൻ ചെയ്യണം. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ടു സമ്മൻസ്, ഇനി അഥവാ സമ്മൻസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഈ വഴിയൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അയാളുടെ വീടിൻ്റെ പുറത്തെ ഡോറിൽ കൺസ്പിക്കസ് സ്പോട്ടിൽ അത് ഒട്ടിക്കാവുന്നതാണ്. ഇത് അയാൾ എവിടെയാണോ ലാസ്റ്റ് താമസിച്ചത് എന്ന് അറിയുന്ന ആ അഡ്രസ്സിലുള്ള വീട്ടിൽ, അത് വേറെ ആരെങ്കിലും താമസിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അടഞ്ഞു കിടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ ഡോറിൽ ഒട്ടിച്ച് പോരാവുന്നതാണ്. ഇനി അങ്ങനെ ഒട്ടിച്ച് പോരുന്ന സമയത്ത് സമൻസ് ഒരാളുടെ വീട്ടിൻ്റെ ഡോറിൽ ഒട്ടിച്ച് പോരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെയുള്ള 2 ആൾക്കാരിൽ നിന്നും അതിൻ്റെ വിറ്റ്നസ് സൈൻ ചെയ്ത് വാങ്ങേണ്ടതാണ്. അത് അവിടെ ഒട്ടിച്ചു എന്നതിൻ്റെ വിറ്റ്നസ് സൈൻ ചെയ്ത്, ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ് കണ്ടീഷൻ കേട്ടോ. വിറ്റ്നസ് സൈൻ ചെയ്ത് വാങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് നിജിനും ദേവനോട് നിൽക്കുന്നുണ്ടെങ്കിൽ നിജിനോട് പറയും ഞാനത് ഒട്ടിച്ചു എന്നതിൻ്റെ തെളിവായിട്ടൊന്ന് സൈൻ ചെയ്ത് തരണം. അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി കംപ്ലീറ്റ് ആണ്. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ടു അഫിക്സ്, ഇനി അഥവാ അങ്ങനെ സഫിക്സ് അങ്ങനെ ഔട്ടർ ഡോറിൽ ഒട്ടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ന്യൂസ് പേപ്പറിൽ, ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ഒരു റീജിയണൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പറിലും അത് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ദെൻ സസ്പെൻഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. Suspension or cancellation of registration. SEBI may take action section regulation 12 പറയുന്നത്. SEBI may take action against intermediary if it violates the regulation. This power is without prejudice to, അതായത് സെബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻ്റർമീഡിയറി ഏതെങ്കിലും ഇതിൻ്റെ ഈ റെഗുലേഷൻ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെബിക്ക് എന്ത് ചെയ്യാം? ഈ ഇൻ്റർമീഡിയറ്റിക്കെതിരെ ആക്ഷൻ എടുക്കാവുന്നതാണ്. ദിസ് പവർ ഈസ് വിത്തൗട്ട് prejudice to SEBI Act and other security law and circular directions issued. അതായത് മറ്റുള്ള ആക്ടുകളിൽ, സെബിയുടെ ആക്ടുകളിൽ, മറ്റുള്ള സെക്യൂരിറ്റി നിയമങ്ങളിൽ, അല്ലെങ്കിൽ മറ്റുള്ള സർക്കുലർ ഡയറക്ഷനിൽ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ആയിട്ടാണ് ആക്ഷൻ എടുക്കുക? ഈ ആക്ഷൻ ഇത് പ്രകാരം സെബി ആക്ഷൻ എടുക്കുന്നത്. സെബി ആക്ട്, മറ്റുള്ള സെക്യൂരിറ്റി നിയമങ്ങൾ, സർക്കുലർ ഡയറക്ഷൻസ് ഇതൊന്നും കൺസിഡർ ചെയ്യാതെ PFUTP റെഗുലേഷൻ പ്രകാരം ഒരു ആക്ഷൻ എടുക്കാൻ, ഇൻ്റർമീഡിയറ്റിക്കെതിരെ ആക്ഷൻ എടുക്കാൻ ആർക്ക് അധികാരമുണ്ട്? സെബിക്ക് ഉണ്ട്. അതിനർത്ഥം എന്താണ്? ഒരു വയലേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു ഫ്രോഡുലന്റ് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PFUTP പ്രകാരവും പെനാൽറ്റി കിട്ടും, അതുപോലെ തന്നെ സെബി ആക്ട് അല്ലെങ്കിൽ മറ്റുള്ള റെഗുലേഷൻ, മറ്റുള്ള സർക്കുലർ പ്രകാരമുള്ള പെനാൽറ്റിയും കൂടെ കിട്ടും. രണ്ടും കിട്ടും എന്നാണ് പറയുന്നത്. അതിൽ വിത്തൗട്ട് പ്രെജുഡൈസ് ടു, അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ പറഞ്ഞത് കണക്കിലെടുക്കാതെ ഇതിൽ പറഞ്ഞത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതും ഇതും കൂടെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ദെൻ എന്തൊക്കെ ആക്ഷൻസ് അവൈലബിൾ ടു സെബി, എന്തൊക്കെ ആക്ഷൻസ് ആണ് സെബി ഇതിലെടുക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ ആക്ഷൻസാണ് സെബി ഇതിലെടുക്കുക? Actions which can be type of actions available to SEBI. SEBI may pass an order with reasons recorded in writing in the interest of investors and security market. അതായത് എന്തൊക്കെ ആക്ഷൻ സെബി എടുക്കുക? സെബി എന്ത് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചാണെങ്കിലും ഒരു റീസൺഡ് ഓർഡർ വഴിയാണ് തീരുമാനം എടുക്കേണ്ടത്. അത് എന്തായിരിക്കണം? അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ, സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ താല്പര്യം മുൻനിർത്തിയായിരിക്കണം സെബി എടുക്കുന്ന തീരുമാനങ്ങൾ. എന്തൊക്കെയാണ് ചെയ്യുക? ഒന്ന്, വാർണിംഗ് ഓർ സെൻഷർ. എന്താണ് വാർണിംഗ് ഓർ സെൻഷർ എന്ന് പറഞ്ഞാൽ? ഒന്നുകിൽ അങ്ങനെ ചെയ്യരുത്. സെൻഷർ പറഞ്ഞാൽ
ആ കാര്യം പറയരുത് അല്ലെങ്കിൽ ആ കാര്യം ചെയ്യരുത്. ഇതിനെയാണ് സെൻഷർ. സെൻഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തികളുണ്ടായിരിക്കും, അതിൽ ചില പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിന് സെൻഷർ എന്നും, വാണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിന് ജനറലായിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് വാണിംഗ്. ഒരു വാണിംഗ് അല്ലെങ്കിൽ സെൻഷർ കൊടുക്കാൻ എ മൈനർ വയലേഷൻ, അഡ്വൈസറി ഓർ റിപ്രിമാൻഡ്. ഇതൊരു മൈനർ വയലേഷനും സാധാരണ കൊടുക്കുന്നതാണ്. ഇതൊരു അഡ്വൈസറി അല്ലെങ്കിൽ റിപ്രിമാൻഡ് തരത്തിലുള്ള ഒരു പണിഷ്മെൻ്റാണ്. 2 സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ. നിങ്ങളുടെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? സസ്പെൻഡ് ചെയ്യും. 2 മാസത്തിനോ 15 ദിവസം സസ്പെൻഡ് ചെയ്യും. അത് ഒരു കുറച്ചും കൂടി വലിയ ഒരു പണിഷ്മെൻ്റാണ്. പക്ഷേ അതും കുറച്ചും കൂടി എന്താണ്, ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ബാൻ മാത്രമാണ്. ദെൻ അടുത്ത എന്താണ്? ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. അത് പെർമനൻറ്റ് റിമൂവൽ ഓഫ് ഫ്രം ദ മാർക്കറ്റാണ്. നിങ്ങളെ മാർക്കറ്റിൽ പിന്നെ എൻ്റർ ചെയ്യാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോകും. ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ, സെബി കനോട്ട് ഡയറക്ട്ലി സസ്പെൻഡ് ക്യാൻസൽ രജിസ്ട്രേഷൻ അൺലെസ് ഒരു ഏതെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ സെബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെബി അതിനെന്ത് ചെയ്യണം? ഇൻ്റർമീഡിയറ്റ് റെഗുലേഷൻ 2008 പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് മാത്രമേ സസ്പെൻഡും ക്യാൻസലേഷനും ചെയ്യാൻ പറ്റൂ. ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, അതിൻ്റെ റിപ്ലൈ കിട്ടണം. ആ റിപ്ലൈ പറഞ്ഞ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഓപ്പർച്യൂണിറ്റി ബി ഇങ്ങോട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പാടുള്ളൂ. റെഗുലേഷൻ 12 പറയുന്നത് ഡ്യൂ പ്രോസസ് ആൻഡ് നാച്ചുറൽ ജസ്റ്റിസ്. സീരിയസ് പെനാൾട്ടികൾ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഡ്യൂ പ്രോസസ്സും നാച്ചുറൽ ജസ്റ്റിസും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ചില കേസ് ലോസ് ആണ് നമ്മൾ നോക്കുന്നത്. ചില കേസ് ലോസ്, ഒന്ന് ഫ്രണ്ട് റണ്ണിങ് കേസാണ്. കിഷൻ വിശ്രാം നന്ദ കേസ്. കിഷൻ വിശ്രാം നന്ദ HUF ആൻഡ് 6 ഫാമിലി മെമ്പേഴ്സ്. ഇതാണ് കേസ്. ഇത് ഹോൾ ടൈം മെമ്പർ ഓഫ് സെബി ആണ് തീരുമാനിച്ചത്. 2024 ജനുവരി 31 തീരുമാനമുണ്ടായത്. ഇതിൻ്റെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞാൽ? ഡിഫൈൻഡ് ബൈ സെബി, യൂസ് ഓഫ് നോൺ പബ്ലിക് ഇൻഫർമേഷൻ അബൌട്ട് ഇംപെൻഡിങ് ലാർജ് സ്റ്റേജ് ടു ട്രേഡ് ഇൻ അഡ്വാൻസ് ആൻഡ് പ്രോഫിറ്റ്. ഏതെങ്കിലും തരത്തിൽ ഒരു കമ്പനിയുടെ വോള്യമോ അല്ലെങ്കിൽ പ്രൈസോ ഇൻക്രീസ് ചെയ്യാവുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് പബ്ലിക്കിൻ്റെ കയ്യിൽ ആ ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ആ സെക്യൂരിറ്റികളിൽ ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതിനെ ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നു. കിഷൻ വിശ്രാം നന്ദ, ഇയാൾ ഒരു ഇക്വിറ്റി ഡീലറാണ് അറ്റ് സാങ്ക്ടം എന്ന് പറയുന്ന കമ്പനിയുടെ ഇക്വിറ്റി ഡീലറാണ് കിഷൻ വിശ്രാം നന്ദ എന്ന് പറയുന്നത്. ഇയാൾക്ക് എന്ത് ചെയ്യുന്നു? കോൺഫിഡൻഷ്യൽ ട്രേഡ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു PMS ക്ലയൻറ്റ്. എന്താണ് PMS ക്ലയൻറ്റ് പറഞ്ഞാൽ? പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ്. ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റിനെയാണ് PMS ക്ലയൻറ്റ് എന്ന് പറയുന്നത്. അയാൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അയാൾക്ക് വേണ്ടി മാത്രം ഒരാളെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കും. അതിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത്. സെബി രജിസ്റ്റേർഡ് ഇൻ്റർമീഡിയറി ആണ് PMS. പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും, നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്കാണ് പണം കൊടുക്കുന്നത്. അതേസമയം പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് നിജിൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപയുണ്ട്. ആ 50 ലക്ഷം രൂപ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ അയാൾക്ക് പേഴ്സണലായിട്ട് അത് ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ അത് ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ രാജീവ് സാറിനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ സെബി രജിസ്റ്റേർഡ് പോർട്ട്ഫോളിയോ മാനേജർ ആണെങ്കിൽ നിജിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ഞാൻ എന്ത് ചെയ്യും? പൈസ വാങ്ങിയിട്ട് അയാളുടെ ഷെയറുകളെല്ലാം അയാളുടെ അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന് ആവശ്യമായ സമയത്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് അയാൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കും. ഇതിനെയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് എന്ന്. മ്യൂച്വൽ ഫണ്ട് എന്താ ചെയ്യുന്നത്? ആൾക്കാരിൽ നിന്നെല്ലാം പണം സ്വീകരിച്ച് അത് മ്യൂച്വൽ ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് ആ മ്യൂച്വൽ ഫണ്ടിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഷെയറിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കി അവരെ ചിലവെടുത്ത് ബാക്കിയുള്ള പൈസ അവരിഷ്ടമുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. PMS പേഴ്സണലൈസ്ഡ് ആണ്, മ്യൂച്വൽ ഫണ്ട് ജനറലൈസ്ഡ് ആണ്. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഒരു PMS ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷനുമായി ട്രേഡ് ഓർഡേഴ്സുമായിട്ട് ഇയാൾക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ കിഷൻ വിശ്രാം നന്ദ എന്ന് പറയുന്നത് സാങ്ക്ടം എന്ന് പറയുന്ന കമ്പനിയുടെ ഇക്വിറ്റി ഡീലറാണ്. അവരുടെ ഒരു PMS ക്ലയൻറ്റ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് ക്ലയൻറ്റ്, അയാൾ വാങ്ങുന്ന ട്രേഡിനെ കുറിച്ചിട്ടുള്ള അഡ്വാൻസ് ഇൻഫർമേഷൻ ആർക്കുണ്ട്? കിഷൻ വിശ്രാം നന്ദയ്ക്കുണ്ട്. അയാൾ എന്താ ചെയ്തത്? അയാൾ ഒരു HUF അക്കൗണ്ട് അങ്ങ് ഓപ്പൺ ചെയ്ത്. PMS ക്ലയൻറ്റ് വാങ്ങുന്ന ഷെയർ ഇയാൾക്ക് ആദ്യം ഇയാളോടാണ് വാങ്ങാൻ പറയുന്നത്. അപ്പോൾ എന്ത് HUFൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഒരു 6 ഫാമിലി മെമ്പേഴ്സിൻ്റെ അക്കൗണ്ടും ഓപ്പൺ ചെയ്തു. മൊത്തം 7 അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇതൊക്കെ എന്ത് അക്കൗണ്ടാണ്? മ്യൂൾ അക്കൗണ്ട്. എന്താ മ്യൂൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിൻ്റെ പേര് HUFും ഫാമിലി മെമ്പർ ആണെങ്കിലും ഓപ്പറേറ്റിംഗ് ആരാണ്? കിഷൻ വിശ്രാം നന്ദയാണ്. അതിന് മ്യൂൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ PMS ക്ലയൻറ്റ് ആ സെക്യൂരിറ്റികൾ വാങ്ങാൻ പറയുമ്പോൾ അയാൾ പറയാണ്, രാവിലെ എണീച്ചിട്ട് പറയാണ് അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ഷെയർ വാങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആ ഷെയർ വാങ്ങുന്ന തൊട്ട് മുമ്പ് ആരുടെ അക്കൗണ്ടിൽ വാങ്ങും? ഇയാളുടെ അക്കൗണ്ട്, ഈ 7 അക്കൗണ്ടിൽ അവർ വാങ്ങും. ദെൻ
ട്രേഡഡ് ബിഫോർ. ഇനി അതിനുശേഷം ആ ക്ലയൻറ്റ് വിൽക്കാൻ പറയുന്ന സമയത്ത്, അതായത് നിങ്ങൾ ആ ഷെയർ വിൽക്കൂട്ടോ എന്ന് പറയുന്ന സമയത്ത് അത് വിൽക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഷെയർ വിറ്റിട്ട് ഇയാൾ ലാഭം ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫ്രോഡുലന്റ് ട്രേഡിംഗ് ആണ് കേട്ടോ. ഇതിനെ ക്ലാസിക് കേസ് ഓഫ് ഫ്രണ്ട് റണ്ണിംഗ് എന്ന് പറയുന്നു. ഇതിൻ്റെ കീ എലമെൻറ്റ്സ് ഓഫ് ഫ്രണ്ട് റണ്ണിംഗ് എന്താണ്? ഈ ലാർജ് ഓർഡറിനെ കുറിച്ച് ഒരു പബ്ലിക് ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. ട്രേഡ് ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിലെ ലാഭം ആരുണ്ടാക്കുന്നു? ഈ മ്യൂൾ അക്കൗണ്ട് ഹോൾഡർ ഉണ്ടാക്കുന്നു. സെബിയുടെ ഓർഡർ എന്താണ്? മെയിൻ അക്യൂസ്ഡ് ആയ കിഷൻ വിശാം നന്ദയ്ക്ക് ഇതൊരു ഫ്രോഡാണ്. ഇത് വയലേഷൻസ് പറഞ്ഞ സെക്ഷൻ 12A ഓഫ് സെബി ആക്ട്, റെഗുലേഷൻ 3, റെഗുലേഷൻ 4, PFUTB ഇതെല്ലാം വയലേറ്റ് ചെയ്തു. ഇയാൾക്ക് കിട്ടിയ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സെബിയുടെ ഓർഡർ മെയിൻ അക്യൂസ്ഡിന് 3 വർഷം മാർക്കറ്റ് ബാൻ കിട്ടി, 5 ലക്ഷം രൂപ പെനാൽറ്റി കിട്ടി. ഇയാളെ ഒരു ഡയറക്ടർ ആകുന്നതിലോ KMP ആകുന്നതിലോ അയാളെ ഭാവിയിൽ നിന്ന് വിലക്കുകയും ചെയ്തു. ഫാമിലി മെമ്പേഴ്സിലെ ഓരോരുത്തർക്കും 1 വർഷത്തെ മാർക്കറ്റ് ബാൻ കിട്ടി. അവരിൽ നിന്നും 34.84 ലക്ഷം രൂപ വിത്ത് ഇൻട്രസ്റ്റ് 12% അവിടെ നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ ഇതൊരു ഫ്രണ്ട് റണ്ണിങ്ങിൻ്റെ ക്ലാസിക് കേസാണ്. അടുത്ത കേസ് ഭാരതി ഗോയൽ കേസ്. ഭാരതി ഗോയൽ എന്ന് പറയുന്ന ഒരു കേസാണ്. ഞാനീ പറഞ്ഞ ഈ കേസ് വളരെ വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രക്സാണ് ഞാനീ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അതിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഭാരതി ഗോയൽ കേസിൽ പറയുന്നത് സാറ്റ് പ്ലസ് സാറ്റിൻ്റെയും സുപ്രീം കോടതിയുടെയും ഓർഡറാണ്. അത് 25/8/2020 അത് സാറ്റ് തീരുമാനമെടുത്തു. അതിനുശേഷം ആര് തീരുമാനമെടുത്തു? സുപ്രീം കോടതി തീരുമാനമെടുത്തു. അതെന്താണ്? 5/1/2021 സുപ്രീം കോടതി തീരുമാനമെടുത്തു കേട്ടോ. കേസ് എന്താണ്? സെബി ഇൻവെസ്റ്റിഗേറ്റഡ് മാപ്രോ ഇൻഡസ്ട്രീസ്. മാപ്രോ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന, മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് മാപ്രോ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. മാപ്രോ ഇൻഡസ്ട്രീൻ്റെ മുകളിൽ ആര് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു? സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. പ്രൈസ് ഇൻക്രീസ് ഫ്രം 79 to 493. ഒരു സുപ്രഭാതത്തിൽ 79 രൂപ ഉണ്ടായിരുന്ന ഷെയർ വളരെ മെല്ലെ പോയിട്ട് അത് എത്രയായി? 493 രൂപയായി. അലിഗേഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ട്രേഡേഴ്സ് പ്ലേസ്ഡ് ബൈ ഓർഡേഴ്സ് എബോവ് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്. എല്ലാ ദിവസവും എന്ത് ചെയ്യും? ട്രേഡേഴ്സ് എന്ത് ചെയ്തു? ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ്, കഴിഞ്ഞ ദിവസം അവസാനം ട്രേഡ് ചെയ്ത പ്രൈസ് എത്രയാണോ അതിനേക്കാട്ടിലും മുകളിലാണ് എന്ത് ചെയ്തത്? എല്ലാ ദിവസവും ട്രേഡ് നടത്തിയത്. അത് ട്രേഡേഴ്സ് ഇടുന്ന പ്രൈസ് പോയി. ഇപ്പോൾ ഇന്നലെ 79 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിടുന്ന പ്രൈസ് 85 രൂപയായിരിക്കും, നാളെ പ്രൈസ് 95 രൂപയായിരിക്കും. അങ്ങനെ മെല്ലെ എന്ത് ചെയ്തു? ഈ എല്ലാ ദിവസവും ആർട്ടിഫിഷ്യലായിട്ട് ഇതിൻ്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടു. വോള്യൂം വളരെ കുറവാണ്. ദെൻ അങ്ങനെ അവരെന്ത് ചെയ്തു? പ്രൈസ് മാനിപ്പുലേറ്റ് ചെയ്തു. ഉദാഹരണം, ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ടെന്ന് കൂട്ടുക. നമ്മളെന്ത് ചെയ്യും? ഇതെന്താ വില? 1 ലക്ഷം രൂപ. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരനെ വിളിച്ച് പറയും ഒരു മുക്തിയാർ എഴുതണം. ഇത് 2 ലക്ഷം രൂപ പെർ സെൻറ്റിന് ഒരു മുക്തിയാർ എഴുതണം. ഞാൻ എന്ത് എഴുതി? 2 ലക്ഷം രൂപയ്ക്ക് ഒരു മുക്തിയാർ എഴുതി. അപ്പോൾ അതിനകത്ത് എന്തായി? ഈ സ്ഥലത്തിന് വില ഇപ്പോൾ എത്രയായി? 2 ലക്ഷം. തൊട്ടപ്പുറത്തെ ആളെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇതൊരു 3 ലക്ഷത്തിന് മുക്തിയാർ എഴുതണം. ഇപ്പോൾ എത്രയായി? 3 ലക്ഷമായി. ഒരു പുതിയ ആൾ ഹരി ഇങ്ങനെ നീളത്തിൽ നടന്നിങ്ങനെ വരികയാണ്. അരി ചോദിക്കുകയാണെങ്കിൽ സ്ഥലം വിൽക്കാനുണ്ടോ? ഉണ്ട്. എന്താ വില? 4 ലക്ഷം റുപ്യ. ആരാ 4 ലക്ഷം? 3 ലക്ഷത്തിന് വിൽക്കാനുള്ള സ്ഥലമാണോ? ഇതാണ്ടോ 3 ലക്ഷത്തിൻ്റെ മുക്തിയർ കണ്ടോ? ആൾറെഡി വിറ്റ സ്ഥലമാണ് 3 ലക്ഷം. ആകെ 50,000 ഉണ്ടാവുള്ള സ്ഥലത്തിൻ്റെ വില. അതുപോലെ 79 രൂപയ്ക്ക് വിറ്റിരുന്ന മാപ്രോയുടെ ഷെയർ അവർ കുറച്ച് ട്രേഡേഴ്സ് എന്ത് ചെയ്തു? ഇതിൻ്റെ വില എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസ് എത്രയാണോ അതിന് മുകളിൽ അങ്ങ് പ്രൈസ് പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തായി? 493 റുപ്യയായി ഷെയറിൻ്റെ വില. ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ട് കയറിയതല്ല, മാനിപ്പുലേഷൻ വഴിയാണ് കയറിയതെന്ന് കണ്ടുപിടിക്കുകയാണ് സെബി പറഞ്ഞത്. ഓരോ എൻറ്റിറ്റിക്കും ഇങ്ങനെ ചെയ്തിട്ടുള്ള ഓരോ എൻറ്റിറ്റിക്കും എന്ത് ചെയ്തു? 5 ലക്ഷം രൂപ പെനാൽറ്റി വെച്ചു. അത് റെഗുലേഷൻ 3-4 വയലേഷനായിട്ട് കണക്കാക്കി. സാറ്റ് എന്ത് ചെയ്തു? അതിനെ വാണിംഗ് ആയിട്ട് കുറച്ചു. അതായത് സെബിയുടെ ഓർഡർ 5 ലക്ഷം പെനാൽറ്റി, ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വെച്ച് പെനാൽറ്റി ഓരോ ട്രേഡർക്കും. പക്ഷേ സാറ്റ് എന്ത് പറഞ്ഞു? ഒരു വാണിംഗ് മാത്രം മതി. കാരണം ഈ ട്രേഡേഴ്സും മാനിപ്പുലേറ്റേഴ്സും തമ്മിൽ ഒരു ക്ലിയർ ലിങ്ക് ആർക്ക് കാണാൻ സാധിച്ചില്ല? സാറ്റിന് കാണാൻ സാധിച്ചില്ല. സുപ്രീം കോടതി 2021 പറഞ്ഞു പെനാൽറ്റി ഒരിക്കലും വാണിംഗ് ആയിട്ട് കുറയ്ക്കാൻ ആർക്ക് അധികാരമില്ല? സാറ്റിന് അധികാരമില്ല എന്നാര് പറഞ്ഞു? അത് വളരെ രസകരമായ കേസാണ്. സുപ്രീം കോടതി പറഞ്ഞു ബുദ്ധി ഉണ്ടോ നിനക്കൊക്കെ? ഇവിടെ വാണിംഗ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ വാണിംഗ് കൊടുത്തേ? പെനാൽറ്റി കൊടുക്കണോ? 5 ലക്ഷം മിനിമം പെനാൽറ്റി കൊടുക്കാൻ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആരാവും കേസിന് പോയിട്ടുണ്ടാവുക? അവസാനത്തെ കേസിന് സെബിയാണ് പോയിട്ടുള്ളത്. സെബിയുടെ ഓർഡറിനെതിരെ സാറ്റ് അത് വാണിംഗ് ആക്കിയപ്പോൾ ആരാ കേസിന് പോവുക? കോടതിയിലേക്ക്. സെബി പോയിട്ട് പറഞ്ഞു വാണിംഗ് കൊടുക്കാൻ ഇങ്ങനെ അധികാരമല്ല സാറേ, ഇയാളെങ്ങനെ വാണിംഗ് കൊടുത്തേ? അപ്പോൾ സുപ്രീം കോടതി ശരിയാ, വാണിംഗ് കൊടുക്കാനുള്ള ഇവിടെ അധികാരം. അവർ 5 ലക്ഷം പെനാൽറ്റി അടയ്ക്കാൻ വേണ്ടി പറഞ്ഞു. പെനാൽറ്റി ഈസ് മാൻഡേറ്ററി അണ്ടർ ലോ. നിർബന്ധമായിട്ടും തെറ്റ് ചെയ്താൽ പെനാൽറ്റി കിട്ടണം. സാറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റാറ്റ്യൂട്ടറി പെനാൽറ്റി ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഈവൻ സ്മാൾ ട്രേഡ് പോലും എന്ത് സംഭവിച്ചേക്കാം? മാർക്കറ്റിൻ്റെ ഇക്വിലിബ്രിയത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ട് പീനലൈസ് ചെയ്യും. റിലയൻസ് പെട്രോളിയം കേസ് അടുത്ത കേസാണ്. റിലയൻസ് പെട്രോളിയത്തിൻ്റെ കേസ്.
റിലയൻസ് പെട്രോളിയം ലിമിറ്റഡ്, നൗ നോൺ ആസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത് 2021 തീരുമാനിച്ച കേസാണ്. ഇത് സെബിയുടെ തീരുമാനമാണ്. ഹിഡൻ പൊസിഷൻസ് ആൻഡ് സ്ട്രക്ചേർഡ് ട്രേഡിംഗ്, അത് മാനിപ്പുലേഷനാണ്. നിങ്ങൾ ഹിഡൻ പൊസിഷൻ, നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. നിങ്ങൾ എന്താ പൊസിഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടോ വിറ്റിട്ടുണ്ടോ എന്ന് മുഴുവനുമായിട്ട് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഇട്ടിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് 5 ലക്ഷം ഷെയറിനാണ്, പക്ഷേ കാണുന്നത് വെറും 100 ഷെയറാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് നിങ്ങൾ 100 ഷെയറേ വാങ്ങുന്നുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾ എത്ര വാങ്ങുന്നത്? 5 ലക്ഷം ഷെയറാണ്. അപ്പോൾ ഹിഡൻ പൊസിഷനാണ്, ഒളിപ്പിച്ചു വെച്ച പൊസിഷനാണ്. അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ട്രേഡ്. എന്താ സ്ട്രക്ചേർഡ് ട്രേഡിങ്? ആരും പറയാതെ ചെറുതായി ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരും ഇത് എന്താണ് വിസിബിളായിട്ട് തോന്നില്ല, പക്ഷേ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇതൊക്കെ എന്താണ്? മാനിപ്പുലേഷനാണ് കണക്കുന്നത്. റിലയൻസ് എന്ത് ചെയ്തു? 5% ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു. ഇവിടെ സംഭവിച്ചെന്താണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് പെട്രോളിയം 5% ഷെയർ വിൽക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി 12 ഏജൻറ്റുകളെ അപ്പോയിൻറ്റ് ചെയ്തു. ഈ ഏജൻറ്റുകൾ എന്ത് ചെയ്തു? ഫ്യൂച്ചറിൽ പോയിട്ട് ഷോർട്ട് പൊസിഷൻ എടുത്തു. ഷോർട്ട് എന്താണ്? വിറ്റു, സെക്യൂരിറ്റികൾ വിറ്റു. ദെൻ എന്താണ്? റിലയൻസ് ഈ ഷെയറുകൾ ക്യാഷ് മാർക്കറ്റിൽ വിറ്റു. ശ്രദ്ധിച്ചോണം കേട്ടോ, എന്ത് രസമായിട്ടാണ് പറ്റിച്ചെന്ന് കേൾക്കണം. ഇത് മനസ്സിലായത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും, കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. റിലയൻസിൻ്റെ ഷെയർ വെക്കണം, റിലയൻസിന് 5% ഷെയർ വെക്കണം. ഇതിൻ്റെ ലാഭം ആർക്കെന്നെ കിട്ടണം? റിലയൻസിന് തന്നെ കിട്ടണം. അപ്പോൾ റിലയൻസ് എന്ത് ചെയ്തു? റിലയൻസ് ഒരു 12 ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോയിട്ട് ഷെയർ വിൽക്കാൻ പറഞ്ഞു, ഷോർട്ട് പൊസിഷൻ എടുക്കാൻ പറഞ്ഞു. ഇവരവിടെ പോയിട്ട് ഷോർട്ട് പൊസിഷൻ എടുത്തു. ലെറ്റസ് അസ്യൂം 500 രൂപയ്ക്ക് ഷോർട്ട് പൊസിഷൻ എടുത്തു, വിറ്റു. ഇവരെല്ലാം വിറ്റതിന് ശേഷം റിലയൻസ് എന്ത് ചെയ്തു? ഈ 5% ഷെയർ മാർക്കറ്റിൽ വിറ്റു, ക്യാഷ് മാർക്കറ്റിൽ വിറ്റു. ഷെയർ പെട്ടെന്ന് ക്യാഷ് മാർക്കറ്റിൽ വിറ്റ് എന്താ സംഭവിക്കുക? എന്താ ഷെയറിൻ്റെ വില കുറയും. എന്താണ്? സപ്ലൈ കൂടും, ഓട്ടോമാറ്റിക്കലി പ്രൈസ് കുറയും. ഷെയറിൻ്റെ പ്രൈസ് കട്ടക്കട്ടാന്ന് അടിച്ചു. ഉടനെ ഏജൻറ്റുമാരോട് റിലയൻസ് എന്ത് പറഞ്ഞു? വാങ്ങിക്കോന്ന് പറഞ്ഞു, വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്താണ്ടായേ? കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് കൂടുതൽ വിലയ്ക്ക് എവിടെ വിറ്റു? ഫ്യൂച്ചറിൽ വിറ്റു. ഇവിടെ എന്താണ്ടായേ? ക്യാഷ് മാർക്കറ്റിൽ താഴത്തേക്ക് സെക്യൂരിറ്റി, ഇവിടെ ലാഭം ഉണ്ടായി, അവിടെ ലാഭം. അവർക്ക് ആ ഗ്യാപ്പ് അവർക്ക് തന്നെ ലാഭമായിട്ട് മാറി. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. റിലയൻസിൻ്റെ ഷെയറിൻ്റെ വില 500 രൂപയാണ് എന്ന് വിചാരിക്കുക. ഇവിടെ പറയുന്നുണ്ട് ഫാക്ട്സ്. എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ March 29, 2007. അവരെന്താ പറഞ്ഞത്? ഈ 2007-2008 അവരെന്ത് ചെയ്യണം? അവരുടെ 5% ഷെയർ കുറയ്ക്കേണ്ടതാണ്. അവർ ഷെയർ കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ 5% ഷെയറാണ് അവർ കുറയ്ക്കാൻ തീരുമാനിച്ചത്. അതിൽ എന്ത് ചെയ്തു? റിലയൻസ് അഡ്മിറ്റഡ്ലി അപ്പോയിൻറ്റഡ് 12 ഏജൻറ്റ്സ്, 12 ഏജൻറ്റുകളെ അപ്പോയിൻറ്റ് ചെയ്തു. ഇവരെവിടെ വിൽക്കുക? ഷെയർ എവിടെ വിൽക്കുക? ക്യാഷ് മാർക്കറ്റിലാണ് വിൽക്കുന്നത്. ഈ 12 ഏജൻറ്റുമാരോടും പറഞ്ഞു, നിങ്ങൾ ഡെറിവേറ്റീവ് ഞാൻ പറഞ്ഞിട്ടാന്ന് പറയരുത്, നിങ്ങൾ വിറ്റോ. ഇവിടെ ഇവർ പോയി വിൽക്കുമ്പോൾ ഈ ഷെയറിൻ്റെ വില കൂടി നിൽക്കുകയായിരിക്കില്ലേ? ഇയാൾ വിറ്റു. ഇവർ വിറ്റതിന് ശേഷം മാർക്കറ്റിൽ ഷെയർ എപ്പോഴാണ് താഴോട്ട് വരിക? വില താഴോട്ട് വരിക? മാർക്കറ്റിൽ സപ്ലൈ കൂടണം, അല്ലെങ്കിൽ ഡിമാൻഡ് കുറയണം, ഇതല്ലേ വരുള്ളൂ. ഇവിടെ എന്താ ഉണ്ടായേ? ഈ ഷെയർ 12 ഏജൻറ്റുകളും ഈ റിലയൻസ് ഇൻഡസ്ട്രീസിന് ഷെയർ വിറ്റതിന് ശേഷം റിലയൻസ് എന്ത് ചെയ്തു? മെല്ലെ ആരോടും പറയാതെ റിലയൻസ് ഷെയർ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഷെയർ ആണ്ട് വിറ്റു. ഉടനെ എന്താ ചെയ്യുക? ക്യാഷ് മാർക്കറ്റിൽ ഷെയർ കട്ടകടാന്നടിച്ച് താഴോട്ട് വന്നു. ഈ സമയത്ത് റിലയൻസിൻ്റെ ഏജൻറ്റുമാരോട് റിലയൻസ് എന്ത് പറഞ്ഞു? ഫ്യൂച്ചർ മാർക്കറ്റിൽ ഷെയർ വാങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്ടായേ? അവിടെ വിറ്റ വില മൈനസ് വാങ്ങിയ വില അവർക്ക് ലാഭമായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിലയൻസിന് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഈ ഏജൻറ്റ് വഴി നേടിയെടുക്കാൻ പറ്റി, 5% ഷെയറിൽ. ഇതാണ് എന്ത് സംഭവിച്ചത്? ഇതിൽ സംഭവിച്ചത്. ഈ ഒരു കേസ് എന്തായി? അറൗണ്ട് 10 മിനിറ്റിലാണ് ഈ ഷെയറുകൾ എന്തുണ്ടായത്? ഈ ഷെയറുകളുടെ വില കട്ടകടാൻ താഴോട്ട് വന്നത്. റിസൾട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്തു, ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റ് പ്രൈസ് റെഡ്യൂസ് ചെയ്തു, റിലയൻസിന് ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. ഈ 10 മിനിറ്റ് കൊണ്ട് റിലയൻസ് ആയിരക്കണക്കിന് കോടി രൂപ ഇവിടുന്ന് ലാഭം ഉണ്ടാക്കി. ഇതിൻ്റെ കീ ഇഷ്യൂ എന്താണ്? ഇയാളുടെ ഈ പൊസിഷൻ ആരുടെയാണ്? ഈ 12 ഏജൻറ്റിൻ്റെ ആണോ? അല്ല. ആരുടെ പൊസിഷനാണ്? റിലയൻസിൻ്റെ പൊസിഷനാണ്. പക്ഷേ റിലയൻസിൻ്റെ പൊസിഷൻ റിലയൻസ് കാണിച്ചുവോ? ഇല്ല, അവരുടെ അന്ന് കാണിച്ചില്ല. അവർ ഏജൻറ്റ് വഴിയാണ് എടുത്തത്. അത് മാനിപ്പുലേഷനാണ്. സെബി പറഞ്ഞത് ഇതൊരു പ്രീ പ്ലാൻഡ് മാനിപ്പുലേഷൻ ഓഫ് മാർക്കറ്റ് ആയിരുന്നു. ഏജൻറ്റ്സ് ആക്റ്റഡ് ഇൻ ബിഹാഫ് ഓഫ് റിലയൻസ്. റിലയൻസിന് വേണ്ടിയിട്ടാണ് ഏജൻറ്റ്സ് വർക്ക് ചെയ്തത്. ഈ പൊസിഷനെ കുറിച്ച് ആർക്കറിയില്ലായിരുന്നു? മാർക്കറ്റിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് വയലേഷനുണ്ട്. ചെറിയൊരു പെനാൾട്ടി റിലയൻസിന് കൊടുത്തു. ആർക്ക് എത്രയാണ് കൊടുത്തത്? 40 കോടി രൂപ പെനാൾട്ടി ഇമ്പോസ് ചെയ്തു. ചെറിയൊരു പെനാൾട്ടി. പ്ലസ് മുകേഷ് അംബാനിക്കും റിലേറ്റഡ് എൻറ്റിറ്റീസിനും, കമ്പനിക്കാണ് 40 കോടി, പിന്നെ മുകേഷ് അംബാനിക്കും അതുപോലെ അതിനോടൊപ്പം ഉണ്ടായിരുന്ന കമ്പനി അവരൊപ്പം വർക്ക് ചെയ്ത 12 എൻറ്റിറ്റീസിനും അഡീഷണൽ പെനാൾട്ടിയും ആര് കൊടുത്തു? ആര് വരുമ്പോൾ വലിയ ആളും ചെറിയ ആളൊന്നുമില്ല.
തെമ്മാടത്തിലല്ലേ ചെയ്യുന്നേ? ഇത് എത്ര മിടുക്കനാണെങ്കിൽ ചെയ്ത ആ സ്റ്റൈൽ ആലോചിച്ച് നോക്കിയാണ് ചെയ്തത്. ആരും ചിന്തിക്കുന്നില്ല. അയാൾക്ക് അപ്പോൾ ആർത്തിയുണ്ട് എന്ന് മനസ്സിലായില്ലേ? 25,000 കോടി രൂപയുടെ വീട്ടിൽ താമസിക്കുന്ന ആർത്തി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഈ 5% ഷെയർ വെക്കുമ്പോൾ സാധനം താഴോട്ട് വരുമെന്നും അത് വന്നാൽ എനിക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നും, എന്നാൽ പിന്നെ ആ ലാഭം ഞാൻ എന്താ ഉണ്ടാക്കാതിരിക്കണം നോക്കിയിട്ടല്ലേ ഇയാൾ ഈ 12 ഏജൻറ്റിനെ വെച്ചത്. എത്ര തടിയനാണെങ്കിലും പണി കിട്ടും. പെനാൽറ്റി എന്തൊക്കെയാണ്? കീ പ്രൊവിഷൻസ്. മാർക്കറ്റ് മാനിപ്പുലേഷൻ ത്രൂ F&O cash segment is illegal. Hidden positions is fraud. Even large corporations are liable. Then നിഷാന്ത് ഇൻബിൽറ്റ് അല്ലേ അടുത്തത്? നിഷാന്ത് ഇൻബിൽറ്റ് ലിമിറ്റഡ് 2021 PMC ഫിൻകോർപ്പ് കേസാണ്. Okay. Nishant Finbuild 2021 PMC FinCorp case. Creating artificial demand, liquidity and price rise. ഇല്ലാത്ത ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൈസ് റൈസ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസാണ്. സെബി ഇൻവെസ്റ്റിഗേറ്റഡ് ട്രേഡിംഗ് ഇൻ PNC ഫിൻകോർപ്പ് കേസ്. സെബി ഇൻവെസ്റ്റിഗേറ്റഡ് PNC ഫിൻകോർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയെ സെബി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അതിൽ ഷെയർസ് കണ്ടത് അവർ 2012 മുതൽ 2015 വരെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. ആ സമയത്ത് എന്തായിരുന്നു? പ്രൈസ് കൂടുന്നതനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ വാങ്ങുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് പക്ഷേ കമ്പാരിറ്റീവ്ലി കുറയുന്നു. എന്താണ്? പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് കമ്പാരിറ്റീവ്ലി കുറയുന്നു, പക്ഷേ കമ്പനിയുടെ ആൾക്കാർ ഷെയർ വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കമ്പാരിറ്റീവ്ലി കുറയുന്നു, കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ കയറ്റത്തിലും ആൾക്കാർ ഷെയർ വാങ്ങുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിഷാന്ത് ഇൻബിൽഡ് ആൻഡ് കണക്റ്റഡ് എൻറ്റിറ്റീസ് അവരെന്താ ചെയ്തത്? ഈ നിഷാന്ത് ഇൻബിൽഡ് എന്ന് പറയുന്ന കമ്പനികളും കണക്റ്റഡ് എൻറ്റിറ്റീസ് എന്ത് ചെയ്തു? ഈ പ്രൈസ് കൂട്ടിയിട്ട് അവിടെ മാർക്കറ്റിലുള്ള എല്ലാ ഷെയറും ആര് വാങ്ങുകയാണ്? നിഷാന്ത് ഇൻബിൽഡ് വാങ്ങുകയാണ്. ഇതുവഴി അവരെന്തുണ്ടാക്കി? ഹ്യൂജ് വോള്യൂം ഓഫ് പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് വാങ്ങുന്നത് മുഴുവൻ ആരാണ്? കമ്പനി തന്നെ വാങ്ങുകയാണ്. അതുവഴി കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ഈ സാധനം ലിക്വിഡിറ്റി അനാവശ്യ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഫണ്ട്സ് വർ റൂട്ടഡ് ഫ്രം PMC എൻറ്റിറ്റീസ് ആൻഡ് ബ്രോക്കേഴ്സ്. ഇവിടെ PMC തന്നെ ഈ കമ്പനി തന്നെ എന്ത് ചെയ്തു? ഇവരെ PMC ഫിൻകോർപ്പ് എന്ന് പറയുന്ന കമ്പനി അവർ തന്നെ അവരുടെ എൻറ്റിറ്റികൾ വഴി ബ്രോക്കർ വഴി അവർ പണം മാർക്കറ്റിലേക്ക് എത്തിച്ചു. അതുവഴി അവരെന്ത് ചെയ്തു? മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തു. ഐ റിപ്പീറ്റ് വൺസ് മോർ. നിഷാന്ത് ഇൻബിൽഡ് എന്ന് പറയുന്ന കമ്പനിക്കെതിരെ PMC ഫിൻകോർപ്പിൻ്റെ കേസാണ്. PMC ഫിൻകോർപ്പിൻ്റെ ഷെയറിൽ അനാവശ്യമായിട്ട് എന്തുണ്ടായി? ഇല്ലാത്തൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? നിഷാന്ത് ഇൻബിൽഡും കണക്റ്റഡ് എൻറ്റിറ്റീസും എന്ത് ചെയ്തു? PMC ഫിൻകോർപ്പിൽ നിന്ന് കിട്ടിയ പൈസ ഉപയോഗിച്ചുകൊണ്ടതിന് മാർക്കറ്റിലെ സെക്യൂരിറ്റികൾ മുഴുവൻ വാങ്ങി. ഈ സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് കൂടുകയും പക്ഷേ പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കുറയുകയും ചെയ്തു. അതുവഴി എന്താ മനസ്സിലായത്? ഈ ഷെയർ മുഴുവൻ വാങ്ങിയതാരാണ്? നിഷാന്ത് ഇൻബിൽഡും കണക്റ്റഡ് എൻറ്റിറ്റീസുമാണ്. അപ്പോൾ അവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടിയത് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇത് എവിടെ നിന്നാണ് വന്നത്? ഇതേ PMC ഫിൻകോർപ്പിൽ നിന്ന് തന്നെയാണ് പണം വന്നത്. ഈ പണം തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്ത? ബ്രോക്കേഴ്സും ഈ കമ്പനിയും എന്ത് ചെയ്ത? ഈ ഷെയർ തന്നെ വാങ്ങിയത് എന്ന് മനസ്സിലാക്കി. അലിഗേഷൻസ് എത്ര കമ്പനികളാണ് ഇതിലുണ്ടായിരുന്നത്? 92 എൻറ്റിറ്റികൾക്കെതിരെയാണ് കേസുണ്ടായത്. ഇവർ പ്രോപ്പറായിട്ട് കോമൺ ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ഉണ്ടായിരുന്നു, കോമൺ ബയേഴ്സും എൻറ്റിറ്റീസ് 92 എൻറ്റിറ്റീസാണ് കണക്ട് ഉണ്ടായിരുന്നത്. ഇത് ഫണ്ട് ട്രാൻസ്ഫർ വഴി, കോമൺ ഡയറക്ടേഴ്സ് വഴി, അഡ്രസ്സ് വഴിയൊക്കെയാണ് ഇവർ കണക്ട് ചെയ്തത്. അപ്പോൾ ഒരു എൻറ്റിറ്റി ഒന്നുമല്ല, 92 കമ്പനികൾ, കോമൺ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ കോമൺ അഡ്രസ്സുള്ള 92 കമ്പനികളാണ് ഇൻവോൾവ് ചെയ്തത്. ഇവരെന്താ ചെയ്തത്? ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആക്ടിവിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ പ്രൈസ് റൈസ് ഉണ്ടാക്കി. വയലേഷൻ സെക്ഷൻ 12A വയലേഷനും ഉണ്ടായി, റെഗുലേഷൻ 3 and 4 വയലേഷനും ഉണ്ടായി. സെബി എന്താ കണ്ടുപിടിച്ചത്? നോട്ടീസി എന്ന് പറഞ്ഞാൽ ഈ PMC ഫിൻകോർപ്പ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് ട്രേഡർ പ്രൊവൈഡഡ് ലിക്വിഡിറ്റി ടു കൗണ്ടർ പാർട്ടീസ്. ഈ കൗണ്ടർ പാർട്ടീസ് ഇവരെന്ത് ചെയ്തു? മാർക്കറ്റിൽ ലിക്വിഡിറ്റിയും കൊണ്ടുവന്നു, കൗണ്ടർ പാർട്ടികളെയും കൗണ്ടർ പാർട്ടി എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ള ഷെയർ മുഴുവൻ വാങ്ങാനുള്ള ആൾക്കാരെ ആര് ക്രിയേറ്റ് ചെയ്തു? ഈ കമ്പനി തന്നെ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഹെൽപ്ഡ് മറ്റേ എൻറ്റിറ്റികളെ ഈ ഇൻക്രീസ്ഡ് പ്രൈസിൽ വാങ്ങുന്നതിന് പണം കൊടുത്ത് സഹായിച്ചു. പ്രൊമോട്ടേഴ്സും ഫണ്ടിങ് ചെയിനുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചെയിൻ ഉണ്ടായിരുന്നു.
ആർട്ടിഫിഷ്യൽ പ്രൈസ് മാനിപ്പുലേഷൻ ആൻഡ് മിസ്ലീഡിംഗ് ട്രേഡിംഗ് അപ്പിയറൻസ്, ഇല്ലാത്ത ഒരു പ്രൈസ് മാനിപ്പുലേഷൻ ഉണ്ടാക്കുകയും അതുവഴി എന്തുണ്ടായി ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് അപ്പിയറൻസ് ക്രിയേറ്റ് ചെയ്യാനും ഈ PNC ഫിൻകോർപ്പ് കേസിൽ ആർക്ക് സാധിച്ചു? നിഷാന്ത് ഇൻബിൽഡിന് സാധിച്ചു. സെബിയുടെ ഓർഡർ എന്തായിരുന്നു? 5 ലക്ഷം രൂപ പെനാൽറ്റി നിഷാന്ത് ഇൻബിൽഡിനും അവർ എന്താ ചെയ്തു? ഇമ്പോസ് ചെയ്തു. എത്രയാണ്? 5 lakhs പെനാൽറ്റി ഇമ്പോസ് ചെയ്തു. ഇവർ തന്നെയാണ് ഇതിൻ്റെ പോലെ PNC ഫിൻകോർപ്പിന് വേറെ കേസ് വന്നിട്ടുണ്ടാകും, മറ്റുള്ളവർക്കൊക്കെ പെനാൽറ്റി വന്നു. ഇവർക്ക് നിഷാന്ത് ഇൻബിൽഡിൻ്റെ കേസ് നിഷാന്ത് ഇൻബിൽഡിന് 5 ലക്ഷം രൂപ പെനാൽറ്റി ഇമ്പോസ് ചെയ്തു. ദെൻ അച്ചൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് 2021 മിസ്യൂട്ടിലൈസേഷൻ ഓർ ഡൈവേർഷൻ ഓഫ് ഫണ്ട്സ് ഫ്രോഡ്സ് അണ്ടർ PFUTP. ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യത്തിന് കിട്ടിയ പണം വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഡൈവേർഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്തായിട്ട് കണക്കാക്കാം? അതിനെ ഫ്രോഡ് ആയിട്ട് കണക്കാക്കാമെന്ന് പറഞ്ഞു. കമ്പനി റേസ്ഡ് ഫണ്ട്സ് വയ പ്രിഫറൻഷ്യൽ ഇഷ്യൂ. കമ്പനി എന്ത് ചെയ്തു? ഒരു പ്രിഫറൻഷ്യൽ ഇഷ്യൂ വഴി പണം റേസ് ചെയ്തു. അതിൽ പർപ്പസ് ആയിട്ട് പറഞ്ഞത് വർക്കിംഗ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നതിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രിഫറൻഷ്യൽ ഷെയർ ഇഷ്യൂ ചെയ്തത്. എന്നാൽ ആക്ച്വലായിട്ട് അവർ എന്തിനാണ് ഉപയോഗിച്ച്? ലോണിനും അഡ്വാൻസിനും വേണ്ടിയിട്ടാണ് പണം ഉപയോഗിച്ചത്. അതുപോലെ ഷെയർ പർച്ചേസ് ചെയ്യാൻ അഡ്വാൻസ് കൊടുക്കാൻ ഉപയോഗിച്ചു, അൺറിലേറ്റഡ് പേയ്മെൻറ്റിന് ഉപയോഗിച്ചു. ഇതെന്താണ്? കമ്പനി പ്രോസ്പെക്ടസിൽ പറഞ്ഞ ഉദ്ദേശത്തിന് എതിരായിട്ടാണ് ഇവർ ഈ പണം മുഴുവൻ ഉപയോഗിച്ചത്. ഒരു കമ്പനി പ്രിഫറൻഷ്യൽ ഇഷ്യൂ ചെയ്യുന്നു, ആ ഇഷ്യൂവിൽ പറയുന്നത് ഞങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും പണം വേണമെന്ന് പറയുന്നു. പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പലർക്കും ലോണ് കൊടുക്കാനും അഡ്വാൻസ് കൊടുക്കാനും ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുക്കാനും അതുപോലെ തന്നെ അൺറിലേറ്റഡ് പേയ്മെൻറ്റ്സിന് വേണ്ടി ഉപയോഗിച്ചു. അതിനർത്ഥം എന്താണ്? ഇറ്റ് ഇസ് എ ക്ലിയർ ഡീവിയേഷൻ ഓഫ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. സ്റ്റേറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് നിന്ന് വയലേഷനാണ് ഉണ്ടായത്. മേജർ ഇഷ്യൂസ് ഒരു നോ പ്രോപ്പർ എഗ്രിമെൻറ്റ്സ് ഫോർ ഫണ്ട് യൂസേജ്. ഈ ഫണ്ട് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രോപ്പർ എഗ്രിമെൻറ്റ്സും കമ്പനി ഉണ്ടായിരുന്നില്ല. ദെൻ ആക്ച്വൽ ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നോ KYC, നോ ആക്ച്വൽ ഷെയർ പർച്ചേസസ്. ഒരു KYCയും ഉണ്ടായിരുന്നില്ല, ഒരു ഷെയർ പർച്ചേസും ഉണ്ടായിരുന്നില്ല. ഷെയർ വാങ്ങാൻ വേണ്ടി ലോണ് കൊടുത്തു, പക്ഷേ അവിടെ ആരും ഷെയർ ഒന്നും വാങ്ങിയില്ല. ലോണ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അവരെന്താ ചെയ്തത്? അവർ ആ പൈസ പുട്ടടിച്ചു. ദെൻ ലോൺസ് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ കൊളാട്രലുമായിട്ടാണ് ലോണ് കൊടുത്തത്. അതിനർത്ഥം ഒരു കൊളാട്രലും ഇല്ലാതെയാണ് ലോണ്. അതിനർത്ഥം എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ഫണ്ട് യൂസേജിന് ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരുന്നില്ല. ഈ ആർക്കൊക്കെയാണോ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ലോണ് കൊടുത്തത് അവരിൽ നിന്ന് KYC വാങ്ങിയിരുന്നില്ല, അവർ ആക്ച്വലി ഒരു ഷെയറും വാങ്ങിയിരുന്നില്ല. മൂന്നാമത് എന്തുണ്ടായേ? ആർക്കൊക്കെയാണോ അവർക്ക് വ്യക്തിപരമായിട്ട് ലോണ് കൊടുത്തത് അവർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു കൊളാട്രലും ഇല്ലാതെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെയാണ് ലോണ് കൊടുത്തത്. ഇതൊക്കെ എന്താണ്? ഫണ്ടിൻ്റെ മിസ്യൂസ് ആയിട്ട് കണക്കാക്കാം. ഇവിടെ എന്തായിരുന്നു അലിഗേഷൻസ്? നിങ്ങൾ ഈ ഇഷ്യൂ പ്രൊസീഡ്സ് മിസ്യൂട്ടിലൈസ് ചെയ്തു എന്നായിരുന്നു അലിഗേഷൻ. നോൺ ഡിസ്ക്ലോഷർ ടു ഷെയർ ഹോൾഡേഴ്സ്, ഇത് ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഫോം ചെയ്തില്ല, ഇൻവെസ്റ്റേഴ്സിനോട് ഫ്രോഡാണ് ചെയ്തത്. സെക്ഷൻ 12A അതുപോലെ റെഗുലേഷൻ 3 and 4 PFUTPയുടെ വയലേഷനാണ് ഉണ്ടായത്. സെബി പറഞ്ഞത് ഈ പണം ഡൈവേർട്ട് ചെയ്തു, മിസ്യൂസ് ചെയ്തു, കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ മിസ്ലീഡ് ചെയ്തു. അത് ആൻഡ് ഒബ്റ്റെയിൻ റാറ്റിഫിക്കേഷൻ വിത്തൗട്ട് ഫുൾ ഡിസ്ക്ലോഷർ. ഈ ഉപയോഗം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ അനുവാദം വാങ്ങിയത്, ഒരു കാര്യവും സത്യസന്ധത തുറന്നു പറയാതെയാണ് നിങ്ങൾ പെർമിഷൻ വാങ്ങിയത്. സോ നിങ്ങൾ എന്താ ചെയ്തത്? ഫ്രോഡ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ആൾസോ യു ഹാവ് കമ്മിറ്റഡ്. സോ യു ഡിപ്രൈവ്ഡ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഇൻഫോംഡ് ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഫ്രോഡായിട്ടും മാനിപ്പുലേറ്റീവ് ഡിവൈസായിട്ടും കണക്കാക്കാം. ഈ കമ്പനിയെ 5 വർഷത്തേക്ക് സെബി മാർക്കറ്റിൽ നിന്ന് ബാൻ ചെയ്തു. അവരിൽ നിന്ന് 1.38 കോടി രൂപ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റോട് കൂടി ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. 20 ലക്ഷം രൂപ പെനാൽറ്റി അവരുടെ മേലെ ഇമ്പോസ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു IPO നടത്തിയിട്ട് ആ IPOയുടെ അല്ലെങ്കിൽ പ്രിഫറൻസ് ഇഷ്യൂവിൻ്റെ ഫണ്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ഫ്രോഡായിട്ട് കണക്കാക്കാം എന്ന് പറഞ്ഞു. ഈ ചാപ്റ്ററോട് അവസാനം